ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീഗുരുഭ്യോ നമഃ. വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ശ്രീമഹാഗണപതയേ നമഃ. ദോർഭിര്യുക്താ ചതുർഭിः സ്ഫടികമണിമയീമക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനെ സർവദാ സുപ്രസന്നാ. ശ്രീ സരസ്വത്यै നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ നമഃ. ഓം ജന്മാദ്യസ്യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ശ്രീമദ്ഭാഗവതസ്വരൂപിണേ ശ്രീകൃഷ്ണായ നമഃ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ശ്രീവേദവ്യാസമഹർഷയേ നമഃ. ശ്രീനാരദമഹം വന്ദേ വീണാധരമനർഗളം ഭക്തിജ്ഞാനവിരാഗാണാം ശക്തിദം മമ സദ്ഗുരും. ശ്രീനാരദമഹർഷയേ നമഃ. ശ്രീഹരേ നമഃ. കോമളം കൂജകൻ വേണും ശ്യാമളവയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. സജ്ജനങ്ങളെ, വളരെ സവിശേഷമായ ഒരു ഭാഗവത കഥാസന്ദർഭമാണ് ഇന്ന് ഇവിടെ വിചാരം ചെയ്യുന്നത്. ഭാഗവതത്തിൽ, ശ്രീമദ് ഭാഗവതത്തിൽ കഥാമയീം എന്നാണ് പറയുന്നത്. കഥയാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഏറ്റവും മാധുര്യമൂറുന്ന ഭാഗം. എന്നാൽ ഈ കഥകളൊക്കെ തന്നെ നമുക്ക് വേദവ്യാസ മഹർഷി പറഞ്ഞു തന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചില സ്ഥലങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കഥയൊന്നും ഇല്ലാത്തത് എന്ന് വ്യാസൻ അർത്ഥമാക്കിയിട്ടില്ല എന്ന് നമുക്ക് ആധികാരികമായ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. കഥകൾ കെട്ടുകഥകളല്ല, പക്ഷേ കഥകളുടെ ഉദ്ദേശ്യം കേവലമായ കഥാസ്വാദനമല്ല, മറിച്ച് ആ കഥകളിൽ നിന്നും നമുക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായി വരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ കഥകൾ പറഞ്ഞത് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൈരാഗ്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മലയാളത്തിൽ ചില പദങ്ങൾ ഉപയോഗിച്ച് അതിനൊരു പ്രമാണം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? ഉപയോഗം കൊണ്ട് സാധു എന്ന് പറയും. അങ്ങനെ ചില പദങ്ങൾ നമ്മൾ ഉപയോഗം കൊണ്ട്, പ്രയോഗം കൊണ്ട് സാധു ആക്കിയിട്ട് വൈരാഗ്യം എന്ന വാക്കിന് ഒരു നിഷേധാത്മകമായ അർത്ഥം, അതായത് ഒരു വെറുപ്പ് എന്നുള്ള അർത്ഥം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മലയാളികൾ. ആ അർത്ഥത്തിലല്ല. അതുകൊണ്ട് വൈരാഗ്യം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഒരു ഒരു നെഗറ്റീവ് മീനിങ് എന്നൊക്കെ പറയാം. നിഷേധാത്മകമായ ഒരു ആശയം വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ നിന്ന് ആ അർത്ഥത്തെ പൂർണ്ണമായിട്ടും ദൂരീകരിച്ചിട്ട് വേണം നമ്മൾ ഗീതയിലെ അഭ്യാസ വൈരാഗ്യങ്ങൾ, ഭാഗവതത്തിലെ വിജ്ഞാന വൈരാഗ്യങ്ങൾ എന്നൊക്കെയുള്ള പദങ്ങൾ കേൾക്കാനും പറയാനും വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സതുദ്ദേശത്തോട് കൂടിയിട്ടാണ് എല്ലാ കഥകളും ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അല്ലാത്ത കഥകൾ ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നാം അതിൽ ചില സംഭോഗ ശൃംഗാരമൊക്കെ വന്നിട്ടില്ലേ എന്ന് തോന്നാം. പക്ഷെ അതൊക്കെ ഒരു സാഹിത്യകൃതിയുടെ, ഒരു കാവ്യ രചനയുടെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിൽ പോലും നമുക്ക്
ദിവ്യമായ അർത്ഥങ്ങളെ നമുക്ക് വിചാരം ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്കാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നുള്ളത് കൊണ്ട്. ചതുർത്ഥ സ്കന്ധത്തിൽ 15-ാം അധ്യായം മുതൽക്കാണ് അതിനു മുമ്പേ തന്നെ പൃഥുചരിതത്തിൻ്റെ ഒരു ആമുഖം നമ്മൾ പഠിക്കുന്നുണ്ട്. ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിൽ പ്രധാനമായിട്ടും ഉത്താനപാദൻ, സ്വയംഭൂമനുവിൻ്റെ മകനായ ഉത്താനപാദൻ്റെ കഥ, ഉത്താനപാദൻ്റെ മകനായ ധ്രുവൻ്റെ ചരിതം പറഞ്ഞു. ആ ധ്രുവന് ശേഷം വന്ന ധ്രുവൻ്റെ 2 മക്കളിൽ ഒരാൾ സാത്വികനായിട്ടുള്ള ജ്ഞാനിയായിട്ട് മാറുന്നുണ്ട്. വിരക്തി വന്നിട്ട് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരാൾ. മറ്റേ ആൾ തൻ്റെ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് രാജ്യഭാരം ഏറ്റെടുത്ത മറ്റൊരു മകനുമാണ്. അവരുടെ വംശാവലി പറഞ്ഞുകൊണ്ട് അങ്കൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കഥയിലേക്ക് പ്രവേശിച്ചു. അംഗമഹാരാജാവ് യാഗം ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു മകനുണ്ടായി. വേനൻ എന്ന പേരുള്ള അത്യുഗ്രശാസനനായിട്ടുള്ള ശാസനം ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതിന് ഉഗ്രത്വം കൈവന്നിട്ട് ധർമ്മത്തെ തന്നെ അദ്ദേഹം നിഷേധം ചെയ്തു. ധർമ്മ നിഷേധം ചെയ്ത് ധർമ്മത്തെ അദ്ദേഹം ഈ ഭേരി ശബ്ദം കൊണ്ട് ഈ പെരുമ്പറ കൂട്ടിയിട്ട് വിളംബരം ചെയ്തതൊക്കെ ധർമ്മം ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. അങ്ങനെ ചെയ്ത ഉഗ്രശാസനനായ വേനൻ രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. ആ വേനൻ മഹർഷിമാരുടെ തപശക്തികൾക്ക് മുന്നിൽ, മഹർഷിമാരുണ്ടാക്കിയ ഹുങ്കാര ശബ്ദത്തിന് മുന്നിൽ അദ്ദേഹം അവിടെ വീണ് മരിക്കുകയും ചെയ്തു. പിന്നീട് രാജാക്കന്മാരില്ലാതെ രാജ്യത്ത് ദസ്യുക്കൾ, കള്ളന്മാർ, കൊള്ളക്കാർ, പിടിച്ചുപറിക്കാർ, അക്രമികൾ വർദ്ധിച്ചു വരുമ്പോൾ പ്രജകളുടെ ഇഷ്ടാനുസരണം, പ്രജകളുടെ പ്രാർത്ഥന മാനിച്ചുകൊണ്ട് മഹർഷിമാർ ഈ മരിച്ചുപോയ വേനൻ്റെ ശരീരം കടഞ്ഞു. ആദ്യം അവൻ്റെ ഊരുക്കൾ കടഞ്ഞു. അതിൽ നിന്നും ഒരു കൃഷ്ണനും ഹ്രസ്വാംഗനുമായിട്ടുള്ള നിഷാദൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യത. അദ്ദേഹത്തിന് 2 കൈകൾ കടഞ്ഞപ്പോൾ വലത് കൈയിൽ നിന്ന് ഒരു അതിതേജസ്വിയായിട്ടുള്ള സാക്ഷാൽ ഭഗവാന്റെ വൈഷ്ണവീ കല എന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ അവതാരം, കലയാണെന്ന് അവിടെ സൂചിപ്പിക്കുന്നു. വേറൊരിടത്ത് അദ്ദേഹത്തെക്കുറിച്ച് ബ്രഹ്മക്ഷത്രം ആവിശ്യ വിഭർത്തീതം ജഗത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പൃഥു അവതാരം ഭഗവാന്റെ ആവേശാവതാരമാണ് എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യനായിട്ടുള്ള ചില ഗോസ്വാമിമാരുണ്ട്, ജീവഗോസ്വാമി, അതുപോലെ ഇങ്ങനെ ചില ആളുകളുണ്ട്. അവരെഴുതിയ വ്യാഖ്യാനങ്ങളിൽ ഈ പൃഥു മഹാരാജാവിൻ്റെ അവതാരം ആവേശാവതാരം, പരശുരാമ അവതാരം, ഈ പൃഥു അവതാരം, 2 അവതാരങ്ങളെയാണ് അവർ ആവേശാവതാരങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ പൃഥു ആ വേനൻ്റെ കയ്യിൽ നിന്നും ഭഗവാന്റെ ചിഹ്നങ്ങളോട് കൂടിയിട്ട് അവതരിച്ചു. ഇടത് ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള അർച്ചിസ് എന്ന് പറയുന്ന അനപായിനിയായിരിക്കുന്ന ലക്ഷ്മി ചൈതന്യം സ്ത്രീരൂപത്തിൽ അവിടെ വന്നു. 2 പേരും ആണ് ഈ ശരീരത്തിൽ നിന്നും ഉദയം ചെയ്തത്. അവരെ മഹർഷിമാർ രാജാവും രാജ്ഞിയുമായിട്ട് ജനങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തു. ജനങ്ങൾക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായി. അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായിരുന്നു. എല്ലാ തരത്തിലും പ്രജകളെ രക്ഷിച്ചു വന്നു. യാഗങ്ങൾ ചെയ്തു. 100 യാഗങ്ങൾ, ഈ അശ്വമേധയാഗം, 100 അശ്വമേധയാഗങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പ് ചെയ്തു. 99 യാഗങ്ങൾ പൂർത്തിയാക്കി. 100ാമത്തെ യാഗം ചെയ്യുമ്പോഴാണ് ചില തടസ്സങ്ങൾ, സാക്ഷാൽ ഇന്ദ്രൻ തന്നെ അദ്ദേഹത്തിൻ്റെ യാഗത്തിന് തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് കുതിരയെ അപഹരിച്ച് കൊണ്ടുപോയ കഥയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകനായ വിജിതാശ്വനാണ് ഈ കുതിരയെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന് യാഗം വീണ്ടും തുടങ്ങാൻ സഹായിച്ചത് എന്നൊക്കെയാണ്. പിന്നീട് ഇന്ദ്രനുമായിട്ട് ചില സംഘർഷമൊക്കെ ഉണ്ടായി. ഇന്ദ്രനെ തന്നെ ആ യാഗാഗ്നിയിൽ ഹോമിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടായി. അത്രി മഹർഷിയാണ് ചെയ്തത്. അത് ബ്രഹ്മാവ് തടഞ്ഞു. ഒടുവിൽ ഒരു ഒത്തുതീർപ്പ് എന്ന പോലെ പൃഥുവിന് ഏകോനശതക്രതു എന്നുള്ള ഒരു സ്ഥാനം കൊടുക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു സ്ഥാനം മുമ്പ് ഇല്ലായിരുന്നു. ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയാണ്. ഏകോനശതക്രതു, 99 ക്രതുക്കൾ ചെയ്ത ആൾ എന്നുള്ള അർത്ഥം. ഏകോനശതത്തിലും ഒരു ശബ്ദം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്തു. അദ്ദേഹത്തിൻ്റെ മനസ്സ് അതുകൊണ്ട് അത്രയധികം സന്തുഷ്ടമായില്ല എങ്കിലും അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്
യജ്ഞസ്വരൂപനായ സാക്ഷാൽ ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷമായിട്ട് ചില ഉപദേശങ്ങൾ കൊടുത്തു. അതിമഹത്തായ ഉപദേശങ്ങൾ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ അവതരിപ്പിച്ച് കാണും, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഭഗവാന്റെ ഉപദേശങ്ങൾ കൂടി കേട്ടതോടുകൂടി പൃഥു മഹാരാജാവിൽ ആ ജ്ഞാനം, ഭഗവത് തത്വവിജ്ഞാനം അദ്ദേഹത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടുകൂടി അദ്ദേഹം ഒരു ഭക്തനായിട്ടാണ് പിന്നീട് അവിടെ പെരുമാറുന്നത്. പിന്നീട് അങ്ങോട്ടൊക്കെ അദ്ദേഹം പെരുമാറുന്നത് ഭഗവാന്റെ പരമഭക്തനായിട്ടാണ്. പ്രത്യേകിച്ചും ഭഗവാന്റെ പൃഥു പൂജനെ, ഭഗവാന്റെ ഈ നവധാ ഭക്തിയിൽ പൃഥു മഹാരാജാവിൻ്റെ ഭക്തി പൂജനം എന്നുള്ള ഭക്തിയിലാണ് പെടുന്നത്. ഓരോരുത്തരും ഓരോ ശ്രീശുക ബ്രഹ്മർഷി കീർത്തനം കൊണ്ട്, പ്രഹ്ലാദ സ്മരണേ എന്നൊക്കെ ചില പ്രമാണങ്ങളുണ്ട്. പ്രഹ്ലാദൻ സ്മരണം കൊണ്ട്, ശ്രീശുകൻ കീർത്തനം കൊണ്ട്, പിന്നെ ഹനുമാൻ ദാസ്യഭക്തിക്ക് ഉദാഹരണമായിട്ട്, ആത്മ നിവേദനത്തിന് മഹാബലി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ പൂജനം എന്ന് പറയുന്ന ആ ഭക്തി, അർച്ചനം അല്ലെ, അർച്ചനം, വന്ദനം, ദാസ്യം എന്ന് പറയും. ഈ അർച്ചനം എന്ന് പറയുന്ന ആ ഒരു ഭക്തിയാണ് പൃഥു മഹാരാജാവ് സ്വീകരിച്ചത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം ഈ ഭഗവത് ഭക്തി, ഭഗവത് ഭജനം ചെയ്തുകൊണ്ട് തന്നെ ലോകരക്ഷണം ചെയ്ത് ജീവിക്കുന്ന കാലത്ത് അദ്ദേഹം അതിഗംഭീരമായ ഒരു സത്രം അനുഷ്ഠിച്ചു. സത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 12 ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞങ്ങളെയാണ് സത്രം എന്ന് പറയാറുള്ളത്. 12 ദിവസമാണ് അതിന് പറയുന്നത്. 12 ദിവസം ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ സത്രം. പക്ഷേ ദീർഘസത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ നീളുന്ന സത്രങ്ങളും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശൗനകാദി മഹർഷിമാരൊക്കെ തന്നെ സഹസ്ര സമാഹ എന്ന് പറയുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളാണ് അവർ സത്രം ചെയ്തുകൊണ്ടേയിരുന്നത്. തുടർച്ചയായിട്ട് സത്രം ചെയ്യുക എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സത്രം ഒരിക്കലും അവസാനിക്കാൻ പാടില്ല. നമ്മുടെ ഈ ജ്ഞാനത്തെ മഥനം ചെയ്ത് മനനം ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കാം. അങ്ങനെയുള്ള സത്രങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ ഇദ്ദേഹം ഒരു ഏകദാസീൻ മഹാസത്ര ദീക്ഷ എത്ര ദ്യൗകസാം സമാജോ ബ്രഹ്മർഷീണാം ച രാജർഷീണാം ച സത്തമ. അദ്ദേഹം അങ്ങനെ ഒരു മഹത്തായ സത്രം ചെയ്തു. പൃഥു അങ്ങനെയാണ് അദ്ദേഹം പൃഥുല വിക്രമനായിട്ട് മാറിയത്. പൃഥുവിനെ കുറിച്ച് പറയുന്നത് പൃഥുല വിക്രമൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിക്രമം പേരുകേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിക്രമം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കേവലം യുദ്ധപരാക്രമം മാത്രമല്ല, മറിച്ച് ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും ധർമ്മബോധം കൊണ്ടും ധർമാനുഷ്ഠാനം കൊണ്ടും ഒരു വ്യക്തി വിക്രമി ആയി മാറാം, വീരനായി മാറാം, ശൂരനായിട്ട് മാറാം. ധർമ്മവീരൻ എന്നാണ് അങ്ങനെയുള്ള ആളുകളെ പറയുക. അപ്പോൾ ഈ പൃഥു എന്ന വാക്കിൻ്റെ, പൃഥു എന്ന നാമത്തിൻ്റെ അർത്ഥം തന്നെ പ്രഥമേ വിഖ്യാതോ ഭവതീരി, അങ്ങനൊരു നിരുക്തം ഉണ്ട് അതിന്. ആദ്യമായിട്ട് വിഖ്യാതനായ ആള് എന്ന്. വിഖ്യാതൻ എന്ന് വെച്ചാൽ വിശേഷമാണ് ഖ്യാതി നേടിയ ആള്, നല്ല പ്രസിദ്ധി നേടിയ ആള്. അതുകൊണ്ട് അദ്ദേഹത്തെ ആദിരാജാവ് എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ആദിരാജ എന്നുള്ളൊരു വിശേഷണം. അദ്ദേഹത്തിന് മുമ്പ് മനുവൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇദ്ദേഹമാണ് ഈ രാജ്യഭരണത്തിൻ്റെ ഒരു നവീന മാതൃക ഉണ്ടാക്കിയെടുത്തത്. പ്രത്യേകിച്ച് ഇങ്ങനെ നഗരം, ഗ്രാമം, വ്രജപ്രദേശങ്ങൾ, കാട് എന്നൊക്കെ ഇങ്ങനെ വിഭജിച്ചിട്ട് നമ്മൾ ഭരണ സൗകര്യത്തിന് വിഭജിക്കാറുണ്ട്. ഇങ്ങനെ വിഭജിച്ചുകൊണ്ടും അതുപോലെ കൃഷി ചെയ്യുന്ന, ചിട്ടയോടെ കൃഷി ചെയ്യുന്ന, ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന ഏർപ്പാട്, വ്യവസായങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭൗതികമായ വികസനത്തിന് കൂടി കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്ന ഒരു രാജാവായതുകൊണ്ടാണ് അത്ര അദ്ദേഹത്തെ ആദിരാജാവ് എന്ന് പറഞ്ഞത് എന്നാണ്. അതുപോലെ അദ്ദേഹം ഈ പറഞ്ഞ പ്രഥമേ വിഖ്യാത, അതിനൊരർത്ഥം പൃഥു ശബ്ദത്തിനുണ്ട്. മറ്റൊരു അർത്ഥം പ്രഥത്തെ വിസ്താരമേതി ഇതി പൃഥു, വിസ്താരം ഉണ്ടാവുക. വിസ്താരം എന്ന് പറയുന്നത് കീർത്തിയുടെ വിസ്താരമാണ്. ഒരു വ്യക്തിയുടെ വിസ്താരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ യശസ് വർദ്ധിക്കുക എന്നുള്ളതാണ്. സ്വന്തം കർമ്മം കൊണ്ടും ധർമാനുഷ്ഠാനം കൊണ്ടും യശസ് ലോകമാകെ പ്രസാരണം ചെയ്ത ആളാണ് ഈ പൃഥു മഹാരാജാവ് എന്ന് പറയുന്നത്. അപ്പോൾ പൃഥു എന്ന് വെച്ചാൽ വിസ്താരം ഉണ്ടാകുന്നത്. പൃഥുകം എന്നൊരു വേറൊരു വാക്കുണ്ട്. ഇതേ ധാതുത്തിൽ നിന്നുണ്ടായതാണ്. അവിലിന് പൃഥുകം എന്ന് പറയും. അറിയാലോ, നമ്മൾ ഭാഗവതത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പൃഥുകം. കാരണം പൃഥുക പ്രസൃതി ആണ്
സുദാമാവ് ശ്രീകൃഷ്ണ ഭഗവാന് കൊടുത്തു. ആ പൃഥുക എന്ന് പറയുന്നതിന് പൃഥുക എന്ന് പറയും ഇതേ അർത്ഥമാണെന്നാണ് ചില നമ്മുടെ അമരകോശത്തിലായാലും അല്ലെങ്കിൽ നമുക്ക് മറ്റ് നിരുക്തങ്ങളിൽ പോയാൽ മനസ്സിലാകും. ഈ പൃഥുരേവ പൃഥുക എന്ന് പറയുന്നുണ്ട്. പൃഥു തന്നെയാണ് പൃഥുകം. അപ്പം എങ്ങനെയാണ് പൃഥുകത്തിൻ്റെ അർത്ഥം പറയുന്നത് വെച്ചാൽ പൃഥുകം എന്ന് പറയുന്ന ഈ അവിലും സാധനം അതിനെ കുറിച്ച് പറഞ്ഞ് പൃഥുകാഹ ഗുരവ സ്നിഗ്ധാഹ ബൃംഹണാഹ കഫവർദ്ധനാഹ. ഈ അവല് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ കിടന്ന് അതിങ്ങനെ വലുതാവും. സാധാരണ അരി കഴിക്കുന്ന പോലെയല്ല. അവല് കഴിച്ചാൽ ചില ആൾക്ക് അത് വയറ്റിൽ പറ്റാതിരിക്കുന്നത് അത് കഫം വർദ്ധിപ്പിക്കുന്നത് കൊണ്ടും കഴിച്ചതിന് ശേഷം അത് വർദ്ധിക്കുന്നു, ബൃംഹണം ചെയ്യുന്നു, അതുപോലെ അതിന് വിസ്താരമുണ്ടാകുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കുഴങ്ങും കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം. അപ്പോൾ ഇതേ അർത്ഥം തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ സംസ്കൃതത്തിൽ ഇങ്ങനെ ഓരോ ഒരു ധാതുവിൽ നിന്നും വളരെ നാനാവിധമായിരിക്കുന്ന പദങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു പദമാണ് പൃഥു എന്നുള്ള പദം. ഇതെല്ലാം ആ പൃഥു എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്ന വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോക ധർമ്മ രക്ഷണത്തിൻ്റെ സ്വഭാവം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം അദ്ദേഹം കേവലം ഭൗതികമായിട്ടുള്ള വികസനം മാത്രമല്ല ലക്ഷ്യമാക്കിയത്, ജനങ്ങളിൽ പ്രജാനാം വിനയാധാനാത് പാലനാ പോഷണാദപി എന്നൊക്കെ കാളിദാസൻ പറയുന്നുണ്ട്. സൂര്യവംശ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ രഘുവംശത്ത് അദ്ദേഹം പറയും പ്രധാനം വിനയാധാനം, അതായത് വിദ്യ ആധാനം ചെയ്യുക. വിദ്യ എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത് കേവലം ഇങ്ങനെ ഒരാൾ പറഞ്ഞു കൊടുക്കുക മാത്രം, അത് ആധാനം ചെയ്യുക എന്നാണ്. അത് ഒരാളുടെ ഉള്ളിൽ അതിനെ ഉറപ്പിക്കുക. അതുകൊണ്ടാണ് വിനയാധാനം എന്ന വിദ്യക്ക് ഒരു പേര് വന്നിരിക്കുന്നത്. അതുപോലെ പാലനം, പോഷണം മുതലായവ കൊണ്ട് സരാജ സപിതാ പിതരസ്താസാം കേവലം ജന്മഹേതവ എന്ന് കാളിദാസൻ നല്ലൊരു രാജഭരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് രാജാവ് ഉള്ളിടത്ത് പിന്നെ അച്ഛൻ ആവശ്യം വരുന്നില്ല. അച്ഛനാണ് മക്കൾക്ക് ഈ വിദ്യാഭ്യാസവും അതുപോലെ അവരുടെ പാലന പോഷണങ്ങളും ചെയ്യുന്നതെങ്കിൽ നല്ല രാജാവ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ അച്ഛൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് പ്രജകൾക്ക് പ്രജ എന്നുള്ള പേര് വന്നത്. പ്രകർഷേണ ജായതേ, മക്കൾക്കും പ്രജ എന്ന പേരുണ്ട്. അതുപോലെ ഒരു രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർക്കും പ്രജകൾ എന്ന് പറയും. തമിഴ് ഭാഷയിൽ നമുക്കറിയാം മക്കൾ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ പ്രജ എന്നാണ്. മലയാളത്തിലാണ് ഈ മക്കൾ എന്ന വാക്കിന് ഒരു അർത്ഥസങ്കോചം വന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ആ പ്രജകളുടെ പദാക്ഷേമ തൽപരനായ രാജാവ് പ്രജകൾക്കുള്ള ശിക്ഷ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം, അത് എല്ലാ തരത്തിലുമുള്ള വിദ്യാഭ്യാസം, വിദ്യ തന്നെ പലതരത്തിലുണ്ട് അറിയാമല്ലോ. പരാവിദ്യ അപരാവിദ്യ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അധ്യാത്മവിദ്യ കൂടി തൻ്റെ പ്രജകൾക്ക് ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് ഒരു തരത്തിലുള്ള തെറ്റ് തിരുത്തൽ കൂടിയാണ്. തൻ്റെ അച്ഛനിലൂടെ വന്നു ചേർന്നിട്ടുള്ള ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു സമീപനം, രാജാവിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ആ സമീപനത്തെ മകൻ തിരുത്തുകയാണ്. മകൻ തിരുത്തിക്കൊണ്ട് ജനങ്ങളൊക്കെ അത് കേട്ടിട്ട് പറഞ്ഞു, അച്ഛൻ്റെ മകനാണെന്ന് പറയാമെങ്കിലും അച്ഛൻ്റെ ദുർഗുണങ്ങളൊന്നും ഇദ്ദേഹത്തിലില്ല. അച്ഛൻ്റെ ആ ദുഷ്കീർത്തി കളഞ്ഞിട്ട് സൽകീർത്തി ഉണ്ടാക്കുന്ന ആളാണ് ഇദ്ദേഹം എന്ന് ജനങ്ങളൊക്കെ അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു മഹാപുരുഷനായിരുന്നു ഈ പൃഥു മഹാരാജാവ്. അങ്ങനെ അദ്ദേഹം ഒരു മഹാസത്രദീക്ഷ, എവിടെയാണ് ഗംഗായവനയോ അന്തരാളെ എന്ന് പറയുന്നുണ്ട്. അന്തരാക്ഷേത്രമാവസൻ, ഗംഗായവനയോർ നദ്യോഹോ അന്തരാക്ഷേത്രമാവസൻ. ഗംഗാ നദിയുടെയും യമുനാ നദിയുടെയും മധ്യത്തിൽ വരുന്ന നമ്മുടെ ആ പുണ്യഭൂമി, യാഗഭൂമിയായിരിക്കുന്ന ആ പുണ്യഭൂമിയിൽ ആണ് അദ്ദേഹം ഒരു മഹാസത്രം ദീക്ഷിച്ചത്. ആ മഹാസത്രത്തിൽ ബ്രഹ്മർഷിമാരും രാജർഷിമാരും ദേവന്മാരും ഒക്കെ തന്നെ അവിടെ പ്രത്യക്ഷമായിട്ട് അവിടെ സന്നിഹിതരായിരുന്നു. അതിൽ തൻ്റെ പ്രജകളും അമാത്യന്മാരും ബന്ധുക്കളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ സഭയിൽ വെച്ചാണ് അദ്ദേഹം മനോഹരമായ വാക്കുകളെ പറഞ്ഞതെന്നാണ്. ചാരു ചിത്രപദം ശ്ലക്ഷ്ണം മൃഷ്ടം ഗൂഢം അവിക്ലവം എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെ മധുരമാക്കാം എന്നുള്ളത് പൃഥു മഹാരാജാവിനെ കണ്ട് പഠിക്കേണ്ടതാണ്. രാജാവിൽ നിന്ന് സാധാരണഗതിയിൽ രാജാക്കന്മാർ എങ്ങനെയായിരിക്കുന്നു വെച്ചാൽ വളരെ മൃദുവായിട്ട് സംസാരിക്കണം എന്നാണ്.
ഇല്ലെങ്കിൽ അവർക്ക് വാക്പാരുഷ്യം എന്ന് പറയുന്ന ദോഷം, അതൊരു സപ്തവ്യസനങ്ങളിൽ ഒന്നാണ് വാക്പാരുഷ്യം, ദണ്ഡപാരുഷ്യം എന്നൊക്കെ. അപ്പോൾ വാക്പാരുഷ്യം എന്ന് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും പിന്നെ തിരുത്താൻ സാധിക്കില്ല. പരുഷമായ വാക്കുകൾ അസ്ഥാനത്ത് പറഞ്ഞു പോയാൽ രാജാവിന് ചിലപ്പോൾ ശാപങ്ങളുണ്ടാകും, ചിലപ്പോൾ പലതരത്തിലുള്ള വൈഷമ്യങ്ങളുണ്ടാകും. അപ്പോൾ രാജാവ് എങ്ങനെ മനോഹരമായിട്ട് സംഭാഷണം ചെയ്യണം എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, കാരണം വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളാണ്, ബ്രഹ്മർഷിമാരും രാജർഷിമാരും ഇരിക്കുന്ന സഭയിൽ വെച്ച് താൻ കയറി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിലൂടെ എന്ത് വന്നു ചേരാം, തന്നെക്കുറിച്ചൊരു മോശമായ അഭിപ്രായം വന്നു ചേരാം. കാരണം ഇതൊരു അഹന്തയുടെ പ്രകടനമാണ്, പാണ്ഡിത്യ പ്രദർശനമാണ് എന്നൊക്കെ തോന്നിപ്പോകാം. അത് വളരെ വിനയത്തോടു കൂടിയിട്ടും മധുരമായിട്ടും ശുദ്ധമായ ഭാഷയിലും ശ്രക്ഷണം എന്നാണ്, ശ്രക്ഷണത്തിൻ്റെ ശ്രേഷാർത്ഥം, ആന്തരികമായ അർത്ഥം ഉൾക്കൊള്ളുന്നതായ വാക്കുകൾ അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു എന്നാണ്. അപ്പോൾ അവിടെ ഞാനത് ചുരുക്കി പറയുകയാണ്, കാരണം നമ്മുടെ വിചാരവേശ എന്ന് പറയുന്നത് 31-ാമത്തെ ശ്ലോകം തൊട്ടാണ്. അതിൻ്റെ ഒരു ആമുഖമായിട്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ പറയുന്നത്. സഭ്യാശൃണുത ഭദ്രം വസ് സാധവോ യൈഹാഗതാഹ സത്സു ജിജ്ഞാസുഭിർധർമ്മം ആവേദ്യം സ്വമനീഷിതം. അല്ലയോ സഭ്യന്മാരെ, അല്ലയോ സാധുജനങ്ങളെ, സജ്ജനങ്ങളെ, എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ജിജ്ഞാസുഭിർ ജിജ്ഞാസുഭി സ്വമനീഷിതം ധർമ്മം സത്സു ആവേദ്യം. ഒരു ജിജ്ഞാസുവായിട്ടുള്ള ആൾ, അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരു വിദ്യാർത്ഥി, ജ്ഞാനം നേടണം എന്ന് ആഗ്രഹമുള്ള ഒരാൾ പലതരത്തിലുള്ള ജ്ഞാനം നേടാം. അപ്പോൾ ആ ജ്ഞാനം ഏറെക്കുറെ നേടിക്കഴിഞ്ഞാൽ, കുറച്ച് നേടിക്കഴിഞ്ഞാൽ അത് ശരിയാണോ സത്യമാണോ എന്ന് പരീക്ഷിക്കാൻ എന്താണ് വഴി എന്ന് വെച്ചാൽ സജ്ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കുക, മഹാത്മാക്കളുടെ മുന്നിൽ അത് അവതരിപ്പിക്കുക, എന്നിട്ട് ഇങ്ങനെ അല്ലേ എന്ന് ചോദിക്കുക. അപ്പം അങ്ങനെ അല്ലെങ്കിൽ അവർ അത് തെറ്റ് തിരുത്തി തരും, നമ്മുടെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ വിനയത്തിൻ്റെ സ്വഭാവം. വിനീതനായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാനിവിടെ വന്ന് പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജിജ്ഞാസ ദാഹം അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് സജ്ജനങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സ്ഥാനം ഏതാണ്? അഹം ദണ്ഡധരോ രാജ പ്രജാനാമഹ യോജിത രക്ഷിത വൃത്തിത സ്വേഷു സേതുഷു സ്ഥാപിത പൃഥക്. ഇഹ അഹം പ്രജാനാം രാജ യോജിത. ഞാനിവിടെ പ്രജകളുടെ രാജാവായിട്ട് എന്നെ ചേർത്ത് വെക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആരാണ് ചേർത്ത് വെച്ചത്? മഹർഷിമാരാണ്, മുനിമാരാണ് എന്നെ രാജാവാക്കിയത്. അല്ലെങ്കിൽ സാക്ഷാൽ ജഗദീശ്വരൻ്റെ ഇച്ഛ കൊണ്ടാകാം, അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ട് എന്നെ ഈ ഒരു രാജാവാകാനുള്ള നിയോഗം എന്നെ ഏൽപ്പിച്ചതാകാം. അങ്ങനെ ഞാൻ രാജാവായിട്ട് ഇവിടെ ഇരിക്കുന്നു. എന്താണ് എൻ്റെ ധർമ്മം? രക്ഷിത വൃത്തിത സ്വേഷു സേതുഷു സ്ഥാപിത പൃഥക്. പ്രജകളുടെ രക്ഷിതാവായിട്ടും വൃത്തിദാതാവായിട്ടും. രക്ഷിതാവ് എന്ന് വെച്ചാൽ പ്രജകളെ ദുഷ്ടന്മാരിൽ നിന്നും ദുർജനങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവനാണ് രക്ഷിതാവ്. വൃത്തിത എന്ന് വെച്ചാൽ വൃത്തിം ദദാതി ഇതി വൃത്തിത, ഉപജീവനമാർഗം കൊടുക്കുക, തൊഴിൽ കൊടുക്കുക എന്ന് തന്നെയാണ് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ജനങ്ങൾക്ക് തൊഴിൽ അവസരങ്ങൾ, തൊഴിൽ ദാനം ചെയ്യുന്നവനായിരിക്കണം ഭരണാധികാരി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ സ്വേഷു സേതുഷു സ്ഥാപിത. സേതു എന്ന വാക്കിന് ഒരു വളരെ വിശേഷമായിട്ടുള്ള അർത്ഥമുള്ള വാക്കാണ് സേതു. ധർമ്മസേതു എന്നൊക്കെ ഭാഗവതത്തിൽ പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട്. സേതു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സെനോതി ബധ്നാതി ജലം ഇതി സേതു എന്നാണ്. ജലത്തെ ബന്ധിക്കുന്നതാണ് സേതു. ജലത്തെ ബന്ധിക്കുക എന്ന് വെച്ചാൽ രണ്ട് കരകളെ പരസ്പരം ബന്ധിച്ചിട്ട് പാലം അല്ലെങ്കിൽ അണക്കെട്ട് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ സേതു എന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്ക് പുരാണങ്ങളിൽ ഈ സേതു ശബ്ദത്തിന് ഒരു സവിശേഷ അർത്ഥം കൂടി കൊടുത്തിട്ടുണ്ട്. അത് ധർമ്മത്തെ അല്ലെങ്കിൽ മര്യാദകളെ, ശിഷ്ടാചാരങ്ങളെ അല്ലെങ്കിൽ നിയമങ്ങളെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് കൂടിയാണ്. അതുകൊണ്ടാണ് ചില ആളുകളെ ഭിന്ന സേതു എന്ന് വെച്ചാൽ പാലം തകർത്തവൻ എന്ന അർത്ഥമല്ല, മറിച്ച് ധർമ്മ നിയമങ്ങളെ തകർക്കുക, അതിനെതിരായിട്ട് മര്യാദാ ലംഘനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെയാണ് ഭിന്ന സേതു, സേതുവിനെ ഭേദിച്ചവൻ എന്നുള്ള പദങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്വേഷു സേതുഷു എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവരവർക്ക് യോജിച്ചതായ
മര്യാദകളെ സ്ഥാപിക്കുന്നു. അത് പ്രത്യേകിച്ചും ചാതുർവർണ്ണ്യ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇങ്ങനെയുള്ള ചതുർവർണ്ണങ്ങളുടെ 4 വർണ്ണങ്ങളിലുള്ള ധർമ്മങ്ങളെ ഓരോരുത്തരും അവരവരുടെ ധർമ്മം കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തുകയും അവർക്ക് ആ ധർമ്മത്തെ ഉപദേശിച്ചു കൊടുക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആളാണ് ഞാൻ രാജാവാണ് എന്ന് ചുരുക്കം. അപ്പോൾ രാജാവിൻ്റെ ധർമ്മം ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞു തരണം എന്നാണ് അദ്ദേഹം വളരെ വിനയത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അത് അവിടെ പറഞ്ഞു. അപ്പോൾ ഞാൻ രാജാവാണ് എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് അദ്ദേഹം വാസ്തവത്തിൽ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഈ ആധുനിക ഭരണകൂടത്തിനുണ്ട് ഈ സ്വഭാവം. എങ്ങനെ വെച്ചാൽ എല്ലാ വർഷവും ഒരു നയപ്രഖ്യാപന പ്രസംഗമുണ്ട്. ഇപ്പം അസംബ്ലിയിലാണെങ്കിൽ ഗവർണർ വന്നിട്ട് ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തും. ആ ഭരണകൂടത്തിൻ്റെ ഒരു വർഷത്തെ നയങ്ങളെയാണ് അവിടെ പറയുക. അതുപോലെ രാഷ്ട്രപതി നമ്മുടെ പാർലമെൻറ്റിൻ്റെ 2 സഭകളും ചേർത്ത് വിളിച്ചുകൂട്ടി ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തും ബജറ്റിന് മുമ്പായിട്ട്. ഇതുപോലെ പൃഥു മഹാരാജാവും തൻ്റെ ഒരു നയപ്രഖ്യാപനം പോലെയാണ് ഈ ഒരു പ്രഭാഷണം ഇവിടെ ചെയ്യുന്നത് അർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഞാൻ രാജാവാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാജാവിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? തസ്യമേ തദനുഷ്ഠാനാത് ജ്ഞാനാഹുർ ബ്രഹ്മവാദിന ലോകാസ്യ കാമസന്തോഹ യസ്യ തുഷ്യതി ദിഷ്ടദൃക്. തദനുഷ്ഠാനാത് യസ്യ ദിഷ്ടദൃക് തുഷ്യതി. തദനുഷ്ഠാനാത് എന്ന് വെച്ചാൽ രാജാവിൻ്റെ ഈ അനുഷ്ഠാനം കൊണ്ട്, ഭരണം കൊണ്ട് ആരാണ് സന്തോഷിക്കുന്നത്? ദിഷ്ടദൃക് ആയിട്ടുള്ള, കർമ്മ സാക്ഷിയായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ അതിൽ സന്തോഷിക്കുന്നു. രാജാവിൻ്റെ ധർമ്മം അനുഷ്ഠിച്ചാൽ ഭഗവാൻ രാജാവിൽ സന്തോഷിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ രാജരാജേശ്വരനായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഭഗവാനാണ് എല്ലാ രാജാവിൻ്റെയും രാജാവ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം രാജാവിലൂടെ ഭഗവാൻ തന്നെ പ്രകാശിക്കുന്നു എന്നും ഭാഗവതം പറയുന്നുണ്ട്. രാജാവിന് ആ രാജശബ്ദത്തിന് തന്നെ ഒരു ഈശ്വരീയമായ അർത്ഥമുണ്ട്. രാജത്തെ, വിജൃംഭത്തെ അല്ലേ, എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ശോഭിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ആ രാജാവിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ, ഭഗവാന്റെ ഈ എന്താണ് വിശ്വപാലിനീ ശക്തി ആണ് ഈ രാജാവിൽ ആവേശിക്കുന്നത് എന്ന് മനു മഹാരാജാവിനോട് നമ്മുടെ കർദമ പ്രജാപതി പറയുന്നൊരു സന്ദർഭമുണ്ട്. അപ്പോൾ രാജാവ് സർവേശ്വരൻ തന്നെയാണ് എന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആ രാജാവിലേക്ക് ഭഗവാന്റെ ചൈതന്യം ഉണ്ടാകുന്നു. അതോടൊപ്പം രാജധർമ്മം അനുഷ്ഠിക്കുന്ന രാജാവിന് ഭഗവാന്റെ പ്രത്യേകമായ ഒരു കാരുണ്യം, പ്രത്യേകമായ ഒരു സ്നേഹം, ഒരു അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നു. ഭഗവാൻ അദ്ദേഹത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് രാജാവിന് എന്ത് ലഭിക്കുന്നു? കാമസന്തോഹ ലോകാഹ ലഭത്തെ എന്നാണ്. കാമസന്തോഹാഹ ലോകാഹ തസ്യ മേ സ്യുഃ. എനിക്കുണ്ടാകട്ടെ. കാമസന്തോഹങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും നിർവഹിക്കപ്പെടുന്ന, കാമത്തെ കറന്നെടുക്കാൻ സാധിക്കുന്നതായ സുഖസമ്പൂർണമായിട്ടുള്ള ദിവ്യലോകങ്ങൾ എനിക്ക് അതിലൂടെ പ്രാപിക്കാൻ സാധിക്കട്ടെ, ഈശ്വരൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അതാണ് രാജാവ് നല്ല രീതിയിൽ പ്രജകളെ ഭരിച്ചു കഴിഞ്ഞാൽ രാജാവിന് കിട്ടുന്ന പ്രയോജനം എന്ന് പറയുന്നത് ദിവ്യലോകങ്ങളിൽ അദ്ദേഹത്തിന് കഴിയാം എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം അവിടെ ഓർക്കുന്നത്. ഉദ്ധരേത് കരം രാജാ പ്രജാ ധർമ്മേഷു അശിക്ഷയൻ പ്രജാനാം ശമലം ഭുങ്ക്തേ ഭഗം ചസ്വം ജഹാദിസ. പിന്നെ അദ്ദേഹം പറയുന്നു, അങ്ങനെ പ്രജകൾക്ക് ധർമ്മേഷു അശിക്ഷയൻ, പ്രജകളെ ധർമ്മത്തിലേക്ക് ഉപനയിക്കുക, ധർമ്മബോധം പ്രജകളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് രാജാവിൻ്റെ ധർമ്മമാണ്. അതിനുവേണ്ടി കൂടിയാണ് പ്രജകളിൽ നിന്നും രാജാവ് ഈ നികുതി പിരിച്ചെടുക്കുന്നത്. പ്രജകളിൽ നിന്നും നികുതി പിരിച്ചെടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കുന്നില്ലെങ്കിൽ, വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് ഭൗതിക വിദ്യയും അതുപോലെ ആധ്യാത്മിക വിദ്യയും ഒക്കെ കൊടുക്കണമെന്നാണ്. ഇതൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ് രാജാവിന് നേരത്തെ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടാവുക, ചില ദോഷങ്ങൾ ഉണ്ടാകുന്നു. അതെന്താണെന്ന് വെച്ചാൽ പ്രജാനാം ശമലം ഭുങ്ക്തേ എന്നാണ്. പ്രജകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക്, പ്രജകൾ ചെയ്യുന്ന എല്ലാ അധാർമികമായ പ്രവൃത്തികൾക്കും ആ പാപത്തിൻ്റെ ഫലം രാജാവ് അനുഭവിക്കേണ്ടി വരും.
ഇങ്ങനെയൊരു ദോഷമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കർമ്മ സിദ്ധാന്തത്തിന് ഇണങ്ങുന്നതാണോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. കാരണം അച്ഛനും അമ്മയും പാപം ചെയ്തു കഴിഞ്ഞാൽ മക്കൾ അത് അനുഭവിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മക്കൾ കുറ്റം ചെയ്താൽ അച്ഛനമ്മമാർക്ക് അതിൻ്റെ പാപമുണ്ടോ? വാസ്തവത്തിൽ അവനവൻ്റെ കർമ്മത്തിൻ്റെ ഫലം അവനവൻ അനുഭവിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും ചെയ്ത പാപം മക്കളും, മക്കൾ ചെയ്ത പാപം അച്ഛനും അമ്മയും അനുഭവിക്കേണ്ടതുണ്ടോ? ശിഷ്യൻ ചെയ്തതിൻ്റെ പാപം ഗുരു അനുഭവിക്കേണ്ടതുണ്ടോ? ഗുരു ചെയ്തതിൻ്റെ പാപം ശിഷ്യൻ അനുഭവിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് ഈ നമ്മുടെ ഈ കർമ്മ സിദ്ധാന്തത്തിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരംശം അവർക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളെ നന്നാക്കിയെടുക്കേണ്ടത് അച്ഛനമ്മമാരാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മക്കളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ മക്കളെ വേണ്ട രീതിയിൽ ശിക്ഷണം ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന ദോഷം അച്ഛനിലും അമ്മയിലേക്കും വരും. അതുപോലെ പ്രജകളെ വേണ്ട രീതിയിൽ ധർമ്മബോധം ഉണ്ടാക്കിയില്ലെങ്കിൽ അതിൻ്റെ പാപം രാജാവിന് കൈവരും. അതുപോലെ ശിഷ്യന്മാരെ കുറ്റം ചെയ്താൽ ഗുരുവിന് അതിൻ്റെ പാപം ചെറുതായിട്ട് കൈവരും. പണ്ട് ഞാൻ സർവീസിൽ കയറിയ സമയത്ത് ഒരു നാടകം ചെയ്യാൻ വേണ്ടി എന്നെ നിയോഗിച്ചു. ഈ അധ്യാപക ദിനത്തിൽ ഒരു നാടകം, അധ്യാപകരുടെ ഒരു നാടകം വേണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് അന്നൊരു നാടകം എഴുതി. അത് ഈ യമലോകത്ത് ചെന്നുള്ളൊരു വിചാരണ നടക്കുകയാണ്. അതിനൊരു ചിലപ്പോൾ ഒരു ഹാസ്യം ചേർത്തിട്ടുണ്ടാക്കിയൊരു നാടകമായിരുന്നു. അപ്പോൾ യമലോകത്തിൽ വിചാരണ, യമധർമ്മനെ വിചാരണ ചെയ്യുന്നു. ഞാനും അതിലൊരു വേഷം, ചിത്രഗുപ്തൻ്റെ വേഷം ചെയ്തു. അപ്പോൾ ചിത്രഗുപ്തൻ ഓരോരുത്തരെ ഇങ്ങനെ വിചാരണ ചെയ്യാൻ വിളിച്ച്, കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്, കമ്പ്യൂട്ടർ നോക്കിയിട്ടാണ് ഇവരുടെ ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെ നോക്കി ഓരോരുത്തരെ വിളിച്ചു. അപ്പോൾ ആദ്യം വന്നു ഒരു രാഷ്ട്രീയക്കാരൻ വന്നു. അയാൾ വിചാരണ ചെയ്തപ്പോൾ അയാൾ വലിയ കുംഭകോണം ചെയ്ത ആളാണ്. അയാൾക്ക് ഇന്ന നരകം, കുംഭീഭാഗം, ഇങ്ങനെ ഓരോരോ നരകങ്ങളിങ്ങനെ വിധിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു ഡോക്ടർ വന്നു. അയാൾ ചികിത്സിച്ചിട്ട് കുറേ രോഗികൾ മരിച്ചു പോയിട്ടുണ്ട്, അയാൾക്കൊരു ശിക്ഷ കൊടുത്തു. ഒരു എഞ്ചിനീയർ വന്നു. ആൾ കെട്ടിയ പാലം തകർന്നിട്ട് കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്, അതിന് അദ്ദേഹത്തിന് ഒരു നരകം കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തരെ വിചാരണം ചെയ്തു. ഒടുവിൽ ഒരു LP സ്കൂൾ അധ്യാപകൻ വരികയാണ്, ഒരു പിന്നെ പ്രൈമറി അധ്യാപകനെ വിളിച്ചു. അപ്പോൾ യമൻ പറയാൻ, ഈ സ്കൂൾ മാഷ് എന്തിനാ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കണ്ടേ യമൻ അപ്പോൾ വല്ലാണ്ട് സങ്കടം തോന്നി. അദ്ദേഹത്തിന് ചെറിയ ശമ്പളം വാങ്ങി ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ചിത്രഗുപ്തൻ കമ്പ്യൂട്ടറൊക്കെ നോക്കിയിട്ട് പറയുന്നത്, എൻ്റെ കമ്പ്യൂട്ടർ തെറ്റിയിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് യമൻ. അപ്പോൾ ചിത്രഗുപ്തൻ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല തെറ്റിയിട്ടൊന്നുമില്ല. ഇദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ നേരത്തെ വന്ന രാഷ്ട്രീയക്കാരനും എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ഇദ്ദേഹം പഠിപ്പിച്ച ആൾക്കാരാണ്. അതാണ് ഇദ്ദേഹം ചെയ്ത കുറ്റം. അതായത് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള മൂല്യബോധം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ആ കുറ്റം ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ യമധർമ്മം, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റം തന്നെയാണ്, പക്ഷെ ഒരു സ്കൂൾ മാഷ്ക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കും പിന്നെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നരകശിക്ഷ ഞാൻ കൊടുക്കുന്നില്ല. അദ്ദേഹം അടുത്ത ജന്മത്തിൽ വീണ്ടും മാഷായിട്ട് ജനിച്ചിട്ട് വീണ്ടും നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്ന സമയത്ത് രാജാവ് ഈ മാഷ് അവിടെ കാലിൽ വീണിട്ട് പറയാം, എന്നെ ഇനി മാഷാക്കല്ലേ എന്ന് പറയാം. കാരണം ഒരു ജന്മം മാഷായിട്ട് എൻ്റെ ജീവിതം പോയി, ഇനി മാഷാക്കരുതേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അല്ല, അത് നിങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ച് തിരിച്ച് വിടുന്നത് പറഞ്ഞേക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശിഷ്യന്മാർ വേണ്ടാത്ത പണി എടുത്തു കഴിഞ്ഞാൽ ഗുരുവിന് അതിൻ്റെ ഒരു പാപം അനുഭവിക്കേണ്ടി വരും. പ്രജകൾ പാപം ചെയ്താൽ രാജാവിനും അതിൻ്റെ അതാണ് പ്രജാനാം ശമലം ഭുങ്ക്തേ ഭഗം ച സ്വം ജഹാതി. സ്വന്തം ഐശ്വര്യങ്ങൾ ഇല്ലാതാവുകയും പ്രജകൾ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഫലം ഈ രാജാവിന് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ പ്രജകൾ രാജാവിന് ഒരു ഉത്കൃഷ്ട ലോകം കിട്ടാൻ വേണ്ടിയിട്ട് പ്രജകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. തത്പ്രജാ ഭർത്തൃപിണ്ഡാർത്ഥം സ്വാർത്ഥമേവ അനസൂയവ കുരുത ആധോക്ഷജതേഹ തർഹിമേ അനുഗ്രഹകൃത. പ്രജകൾ ഭർത്തൃപിണ്ഡാർത്ഥം, രാജാവിന് ഭരിക്കുന്ന ആൾ എന്നാണ് ഭർത്താവ് എന്ന് പറഞ്ഞ അർത്ഥം. രാജാവിന് ഉത്കൃഷ്ടമായ ഒരു പുണ്യലോകമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രജകൾ എന്ത് ചെയ്യണം? പ്രജകൾ ഈ പിണ്ഡം വയ്ക്കുക എന്ന് പറയുന്നത് പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ത്? അധോക്ഷജധിയ കുരുത. സൽക്കർമ്മങ്ങൾ ഈശ്വരപൂർവകമായിട്ട് ഭഗവത് സമർപ്പിതമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ രാജാവിന് എന്ത് ചെയ്യാൻ സാധിക്കും? മരണാനന്തരം അദ്ദേഹത്തിന് ഉത്കൃഷ്ടമായ ലോകങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കും. അത് രാജാവിനോട് ജനങ്ങൾ ചെയ്യുന്ന ഒരു
സമർപ്പണമാണ്, അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗം കൂടിയാണ്, അതും എനിക്കൊരു അനുഗ്രഹമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പ്രജകൾ വിചാരിച്ച രാജാവിനെ സ്വർഗത്തിലേക്ക് അയക്കാനും നരകത്തിലേക്ക് താഴ്ത്താനും സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം ഇവിടെ കൊടുക്കുന്നത്. യൂയം തദനുമോദധ്വം പിതൃദേവർഷയോമലാഹ കർത്തുശാസ്ത്ര അനുജ്ഞാതുഹു തുല്യം യത് പ്രേത്യ തത്ഫലം. അല്ലയോ പിതൃക്കളെ, ദേവർഷികളെ, ബ്രഹ്മർഷികളെ, നിങ്ങളൊക്കെ തന്നെ അതിനെ അനുമോദിക്കണമേ എന്ന് പറയുന്നു. യത് കർത്തുഹു ശാസ്തുഹു അനുജ്ഞാതുഹു പ്രേത്യ ഫലം തുല്യം. കർമ്മം ചെയ്യുന്ന ആളിനും ധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ആളിനും ആ ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ശാസിക്കുന്ന ആളിനും അതുപോലെ അതിനു വേണ്ടിയിട്ട് അനുവാദം ആജ്ഞ മുതലായിട്ട് കൊടുക്കുന്ന ആളിനും മരിച്ചു കഴിഞ്ഞാൽ ഫലം തുല്യമാണ്. അത് ഒരുപക്ഷെ ഒരു അർത്ഥവാദമായിട്ട് സ്വീകരിക്കാനേ പറ്റുള്ളൂ. കാരണം ചെയ്യുന്ന ആളിനും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആളിനും ഒരേ ശിക്ഷയായാലും അനുഗ്രഹമായാലും കിട്ടുക എന്ന് പറയുന്നത് അതൊരു നമുക്ക് സമാനമായിട്ട് കാണാൻ സാധിക്കില്ല. പക്ഷേ ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക എന്ന് പറയുന്നതും ഒരു ധർമ്മമാണ്. ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സത്കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് ആജ്ഞ കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് ഒരാളെ ശാസിക്കുക, അല്പം ഒരു അധികാരത്തോടു കൂടി പറഞ്ഞ് അങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ട് ചെയ്യിപ്പിക്കുക, ഇതൊക്കെ തന്നെ സൽക്കർമ്മത്തിൻ്റെ അതേ ഫലം കിട്ടുന്നതാണ് എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഞാൻ ധർമ്മം ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ചേർന്ന് എന്നെ അനുഗ്രഹിക്കണമെന്നും ഒക്കെ അതിന് അർത്ഥമുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. തൻ്റെ അച്ഛൻ പറഞ്ഞ എല്ലാറ്റിനെയും അദ്ദേഹം തിരുത്തിക്കൊണ്ട് പറയുകയാണ്. അസ്തി യജ്ഞപതിർനാമ കേഷാംചിദർഹസത്തമാഹ ഇഹാമുത്ര ച ലക്ഷ്യന്തേ ജ്യോത്സ്നാപത്യ ക്വചിത് ഭുവ എന്ന് പറയുന്നു. അസ്തി യജ്ഞപതിർനാമ കേഷാഞ്ചിത്. യജ്ഞപതി എന്ന് അറിയപ്പെടുന്നതായ ഒരു ചൈതന്യമൂർത്തി ഇവിടെ ഉണ്ട്. ഇഹാമുത്ര ഇഹലോകത്തിലും പരലോകത്തിലും ഒക്കെ വ്യാപിച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. യജ്ഞപുരുഷനുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മുമ്പ് പറഞ്ഞെന്തായിരുന്നു? കോ യജ്ഞപുരുഷോ നാമ എത്രവോ ഭക്തിരീദൃശി. മഹർഷിമാർ രാജാവിനോട് വന്ന് പറഞ്ഞു, അല്ലയോ രാജാവേ, സാക്ഷാൽ ജഗദീശ്വരനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രാജാവ്. അതുകൊണ്ട് അങ്ങ് ആ ജഗദീശ്വരനായിരിക്കുന്ന ഭഗവാനെ അങ്ങ് നിഷേധിക്കരുത്. അദ്ദേഹത്തെ തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ധർമാനുഷ്ഠാനം ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് വേനൻ ഈ മഹർഷിമാരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാണ്, കോവാ യജ്ഞപുരുഷോ നാമ എത്രവോ ഭക്തിരീദൃശി. എന്ത് യജ്ഞപതിയാണ്? ഏത് യജ്ഞപതിയെക്കുറിച്ചാണ്? ഇവിടെ ഒരു പതി മാത്രമേ ഉള്ളൂ, അത് പ്രജകളുടെ പതിയായിരിക്കുന്ന ഞാൻ തന്നെയാണ്. നിങ്ങളുടെ പതിയായിരിക്കുന്ന, നിങ്ങളുടെ ഭർത്താവായിരിക്കുന്ന ഞാൻ ഇവിടെ ഉള്ളപ്പോൾ, നിങ്ങൾക്ക് ചെലവിനും നൽകുന്ന ഒരു ഭർത്താവ് ഉള്ളപ്പോൾ, ഭാര്യയ്ക്ക് ഭർത്താവ് ചെലവിനും കൊടുക്കുന്ന ഭർത്താവ് ഉള്ളപ്പോൾ, ഭർത്താവ് ജാരം പതിമുപാസസേ, ഒരു ജാരനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പോലെയാണ് രാജാവ് ഇവിടെ ആരാധ്യനായിട്ടുള്ള രാജാവ് ഉള്ളപ്പോൾ നിങ്ങൾ മറ്റേതോ ലോകത്തിരിക്കുന്ന അദൃശ്യനായിട്ടുള്ള ഏതോ ഒരു ഈശ്വരനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് വാസ്തവത്തിൽ ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഈശ്വര നിഷേധം ചെയ്യുന്നത്. അപ്പോഴാണ് മഹർഷിമാർ അദ്ദേഹത്തെ ഹുങ്കാര ശബ്ദം കൊണ്ട് ഇല്ലാതാക്കിയത് എന്നാണ് ചരിത്രം. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞ ആ വാക്യത്തെ പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ട് ഇദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, അസ്തി യജ്ഞപതിർനാമ കേഷാം തരഹസത്തമാഹ. അല്ലയോ പൂജ്യന്മാരിൽ വെച്ച് പൂജ്യന്മാരായിരിക്കുന്ന അല്ലയോ മഹർഷിമാരെ, സജ്ജനങ്ങളെ, ഞാനിതാ പ്രഖ്യാപിക്കുന്നു, യജ്ഞപതി എന്നു പേരുള്ള ഒരു മഹച്ഛക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ മഹച്ഛക്തിയെ, ആ യജ്ഞപതിയെ ഇഹ അമുത്രച ലക്ഷ്യന്തേ, ഇഹലോകത്തിലും പരലോകത്തിലും കാണാൻ സാധിക്കുന്നു. എങ്ങനെ കാണാൻ സാധിക്കും? ജ്യോത്സാപത്യ ക്വചിത് ഭുവ. അനേകം ഭൂമികൾ, അനേകം ലോകങ്ങൾ നമുക്ക് പ്രകാശിച്ചുകൊണ്ട് കാണുന്നു എന്നാണ്. അതൊരു ആലങ്കാരികമായിട്ട് പ്രയോഗമാണ്. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? പലതരത്തിലുള്ള ഉത്കൃഷ്ട ജന്മങ്ങളും നികൃഷ്ടമായ ജന്മങ്ങളും ഒക്കെ കാണുന്നു എന്നാണ്. ശ്രീധരാചാര്യരും അതുപോലെ വംശീധര സ്വാമികളൊക്കെ തന്നെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ ലോകത്തിൽ തന്നെ ഏതജഗതി മനുഷ്യാണാം ദ്വിപദത്വാദി പശൂനാം ചതുഷ്പദത്വാദി പക്ഷിണാം ഹംസശുഖമയൂരാദീനാം ശ്വേതഹരിതചിത്രിത ഗരുത്വാദി വൃക്ഷാണാം അനേകവിധ ഫലപുഷ്പ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് വൃക്ഷങ്ങളായിട്ടും
പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും മനുഷ്യരായിട്ടും ഒക്കെയുള്ള ജന്മങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്താണ്? ഈ തിര്യക് ജന്മം എന്ന് പറയുന്നത് നരക ജന്മം തന്നെയാണ്. അത് നമുക്ക് ഭാഗവതത്തിൽ വ്യക്തമായിട്ട് കാണുന്നില്ലെങ്കിലും മഹാഭാരതത്തിലും ഉപനിഷത്തിലൊക്കെ തന്നെ വ്യക്തമായി പലയിടത്തും പറയുന്നുണ്ട്. ഈ നരകം എന്ന് പറയുന്നത് തിര്യക് ആയിട്ടുള്ള ജന്മം തന്നെയാണ്. അവരുടെ അനുഭവ ലോകമാണ് നരകം എന്ന് പറയുന്നത്. പുരാണങ്ങളിൽ എത്തുമ്പോണ്ടാവും നരകം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലോകം തന്നെയുണ്ട് അല്ലേ? ആ നരകം 28 വിധം നരകമുണ്ട്, ഇന്ന നരകത്തിൽ ഇന്ന ശിക്ഷ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഉപനിഷത്തുകളിലും മഹാഭാരതത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നു ഈ തിര്യക്കായിട്ടുള്ള പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഇഴജന്തുക്കളായിട്ടൊക്കെയുള്ള ജന്മം, പുനർജന്മം അത് തന്നെ നരകലോകം എന്ന് പറയുന്നു. കാരണം അവരുടെ അനുഭവ ലോകം നമ്മുടെ മനുഷ്യരുടെ അനുഭവ ലോകത്തു നിന്നും വിഭിന്നമാണ്. നമ്മൾ കാണുന്ന പോലെയല്ല അവർ ഈ ലോകത്തെ കാണുന്നത്. അപ്പം മൃഗങ്ങൾക്കൊന്നും ആൾക്കാലികൾക്കൊന്നും നമ്മുടെ ഈ 7 നിറങ്ങളൊന്നും ഇല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. 2 നിറങ്ങൾ, എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അവർക്ക്. ആലോചിച്ച് നോക്കൂ, അവർക്ക് നിറങ്ങളെ കണ്ട്. അപ്പം അവരുടെ ഇന്ദ്രിയങ്ങളുടെ ശക്തിയൊക്കെ തന്നെ വളരെ ചെറുതാണ്, വളരെ ചെറിയ ഇന്ദ്രിയ ശക്തി. പക്ഷേ ചില ഇന്ദ്രിയങ്ങൾ അവർക്ക് കൂടുതൽ ശക്തിയുണ്ട്, ഘ്രാണശക്തി ഉണ്ടാവും. ചില മൃഗങ്ങൾക്ക്, പക്ഷികൾക്കൊക്കെ ഈ കാഴ്ചശക്തി കൂടുതലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവുകയെങ്കിലും ബുദ്ധി എന്നൊരു അവയവം അവർക്ക് വളരെ കുറവാണ്. പിന്നെ അവരുടെ ശരീരത്തിന് യാതനാ ശരീരം എന്നാണ് പറയുന്നത്. യാതനകൾ അനുഭവിക്കാനുള്ള ഒരു ശരീരമാണ്. ഇപ്പോൾ കോഴിയൊക്കെ വെട്ടിയ ആളുകൾ കൊന്നു തിന്നുകയാണ്. അതൊക്കെ നരകമാണ്. ഈ എണ്ണയിലിട്ട് പൊരിക്കുക, വറക്കുക, മുറിക്കുക, കഷ്ണമാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ അനുഭവിക്കുന്ന ആരാണ്? മൃഗങ്ങളാണ്. ബന്ധനത്തിൽ ഏർപ്പെടുക, ഇതൊക്കെ. അപ്പം അവരുടെ ആ അനുഭവ ലോകമാണ് നരകം എന്ന് പറയുന്നത്. അതുപോലെ ഉത്കൃഷ്ടമായിട്ടുള്ള നല്ല സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള മനുഷ്യരെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഇന്ദ്രാദി ദേവന്മാരുടെ ദിവ്യ ശരീരം കിട്ടുന്നതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. വിദ്യാധരന്മാരായിട്ടും ചാരണന്മാരായിട്ടും യക്ഷന്മാരായിട്ടും ഒക്കെ തന്നെയുള്ള ഉത്കൃഷ്ട ജന്മങ്ങളുണ്ട്. നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ജന്മങ്ങളായിട്ട് തീരുക എന്നുള്ളതാണ് സ്വർഗലോകം. അതാണ് അവരുടെ അനുഭവ ലോകമാണ് സ്വർഗലോകം എന്നാണ് വ്യാഖ്യാനം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. ജ്യോത്സ്നാവത്യ ക്വചിത് ഭുവഹ. അനേകം ലോകങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ ഈശ്വരൻ്റെ ചൈതന്യങ്ങളാണ്, ഭഗവാന്റെ ചൈതന്യങ്ങളാണ്. അത് ആ യജ്ഞപതിയായ ഭഗവാൻ സന്തോഷിച്ചാലാണ് നമുക്ക് ഉത്കൃഷ്ടമായിട്ടുള്ള ലോകങ്ങളെ പ്രാപിക്കാൻ സാധിക്കുക എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ പൂർവികന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ പറയുന്നു. മനുഹു ഉത്താനപാദ ധ്രുവ. തൻ്റെ പൂർവികനായിട്ടുള്ള തൻ്റെ മുതുമുത്തച്ഛന്മാരായിട്ടുള്ള മനു മഹാരാജാവ്, ഉത്താനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ, അംഗസ്യ അസ്മത് പിതു, എൻ്റെ മുത്തച്ഛനായിട്ട് സാക്ഷാൽ അംഗമഹാരാജാവ്, പിന്നെ ബ്രഹ്മാവ്, മഹേശൻ മുതലായിട്ടുള്ള ദിവ്യപുരുഷന്മാർ, ദേവന്മാർ, പ്രഹ്ലാദൻ, മഹാബലി മുതലായിട്ടുള്ള ചക്രവർത്തിമാർ, ഇവർക്കൊക്കെ തന്നെ കൃത്യമസ്തേ ഗതാഭൃത. അവർക്കൊക്കെ തന്നെ ഈ ഭഗവാൻ കർമ്മഫലദാതാവായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം അനുഭൂതമായിട്ടുണ്ട്. അവരനുഭവിച്ചിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ഭഗവാന്റെ അനുഗ്രഹം അവർ നേടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ ഇത് അനുഭവവിദ്യമായിട്ടുണ്ട്. അപ്പോൾ കർമ്മഫലദാതാവായിട്ട് ഒരു ഈശ്വരനുണ്ട് എന്നാണ്. സൽക്കർമ്മം ചെയ്താൽ പുണ്യലോകങ്ങളും ദുഷ്കർമ്മം ചെയ്താൽ നരകവും, അല്ലെങ്കിൽ അതിനുള്ള ഓരോ കർമ്മത്തിനും അതിൻ്റേതായ ഫലങ്ങൾ ഉണ്ടാകുന്നത് അത് കർമ്മത്തിൻ്റെ സ്വഭാവം മാത്രമല്ല, മറിച്ച് കർമ്മഫലദാതാവായിരിക്കുന്ന ഒരു ഈശ്വരീയ സത്തയുണ്ട് എന്നാണ് ഇദ്ദേഹം ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ മാത്രമേ ഇത് കൃത്യമായി നടന്നു പോകണമെങ്കിൽ അതിൻ്റെ ഒരു നിയമം ഉണ്ട്. ആ നിയമം തന്നെയാണ് ഈശ്വരീയ ശക്തി എന്ന് പറയുന്നത്. ഏത് കാര്യത്തിനുമുണ്ട്. ഈ ലോകം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കണം, ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം, ശുഭകർമ്മം ചെയ്ത ആളിന് ശുഭമായ അനുഭവം ഉണ്ടാകണം. അത് എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് പോലും കൃത്യമായിട്ടുള്ള ഒരു കണക്കുണ്ടല്ലോ. ത്വം അപ്രമത്ത സഹസാഭിപദ്യസേ ക്ഷുല്യലിഹാനോഹിരിവാഖുമന്തക. കാലസ്വരൂപിയായിരിക്കുന്ന ഭഗവാനും ഇന്ന ആളെയാണ് അടുത്ത ക്ഷണം വിളിച്ചു കൊണ്ടുപോകേണ്ടത്, ഇന്ന ആളാണ് ഇപ്പം ചാകേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചാകില്ല. ചില ആളുകൾ ബാക്കിയാവും, ചില ആളുകൾ ചാവും, ചില ആളുകൾ ചത്തു ജീവിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന ആളിനെയാണ് ഇപ്പോൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിന് ഒരു കണക്ക് വെക്കുന്ന ഏതോ ഒരു ശക്തി ഉണ്ട് എന്ന്. അപ്പോൾ ആ ശക്തിയാണ് നേരത്തെ പറഞ്ഞ അസ്ഥി യജ്ഞപതിർനാമ. ആ യജ്ഞസ്വരൂപനായിരിക്കുന്ന ഭഗവാനാണ്. അതൊക്കെ ശ്രീധരാചാര്യർക്ക് ശ്രീധരീയത്തിലൊക്കെ അതിനെ വ്യക്തമായിട്ട് ഇതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുണ്ട്. നന്യുതം കർമ്മവചിത്രാദേവ സേത്സ്യനീ തഥാപി വിദ്യുതനുഭാവേന ഈശ്വരസിദ്ധിരിത്യാഹ മനോരിതി
ത്രിഭി കൃത്യമസ്തി അവശ്യം കർമ്മഫലദാത്രാ ഭാവ്യം ഇത് തേഷാം മതം ഇത്യർത്ഥ. ശ്രീധരാചാര്യൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ കർമ്മഫലദാതാവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് എന്നാണ്. അത് നമുക്ക് നമ്മുടെ യുക്തി കൊണ്ട് വിവേചനം ചെയ്തിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനതിലേക്ക് കൂടുതലായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നില്ല, നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം തൻ്റെ അച്ഛനെ കുറിച്ചും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ദൗഹിത്രാദി മൃതേ മൃത്യോഹോ ശോച്യാൻ ധർമ്മവിമോഹിതാൻ മൃത്യോഹോ ദൗഹിത്രാദീൻ ഋതേ. മൃത്യുവിൻ്റെ ദൗഹിത്രനായിട്ടുള്ള ആൾ, അച്ഛൻ എന്ന് പറയാതെ മൃത്യു ദേവതയുടെ മകളുടെ മകനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നല്ലോ ഇവിടെ എന്ന് പറയാണ്. സ്വന്തം അച്ഛൻ്റെ പേര്, അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. അത്തരം ആളുകൾ വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൗഹിത്രാദീൻ ആദീൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചത്. അപ്പം അത്തരം ആളുകൾ ശോച്യന്മാരും ധർമ്മ വിമോഹിതന്മാരുമാണ്. ആളുകൾക്ക് അവരോട് ഇപ്പോൾ സഹതാപം തോന്നും. കാരണം അവർ അധർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലം അനുഭവിച്ചിട്ട് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അവരോട് നമുക്ക് എന്ത് തോന്നും? ഒരു കാരണം, പാവം ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ആയി പോയല്ലോ എന്ന് തോന്നും. അങ്ങനെ ശോച്യന്മാരായിട്ടും ധർമ്മമെന്തെന്ന് അറിയാതെ മോഹജാലങ്ങളിൽ പെട്ടുപോയ ആളുകളും ഉണ്ട്. അവർക്ക് മാത്രമേ ഈ ഈശ്വരൻ്റെ അനുഗ്രഹം നേടാൻ സാധിക്കാതെ പോയിട്ടുള്ളൂ എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം നമ്മുടെ ഈ വിഷയം, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ വൃത്തം മാറി. വേദവ്യാസന് ഒരു സ്വഭാവമുണ്ട്, അദ്ദേഹത്തിന് ഒരു ഉത്കടമായ ഒരു അഭിനിവേശം വരുമ്പോൾ വൃത്തം അങ്ങ് മാറി പ്രയോഗിക്കാൻ തുടങ്ങി. വാൽമീകിയൊക്കെ ഒരേ വൃത്തത്തിൽ ഇങ്ങനെ ഈ അനുഷ്ഠിപ്പ് തന്നെ പറഞ്ഞു പോകണത്. എങ്കിലും വാൽമീകിക്കും ഈ ഒരു സ്വഭാവം ഉണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ വൃത്തം മാറി പുതിയ പുതിയ വൃത്തങ്ങളിൽ മാറുന്ന സ്വഭാവം ഉണ്ടെങ്കിലും വ്യാസൻ്റെ അത്രയില്ല. വ്യാസന് അഭിനിവേശം വന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഒന്നുകിൽ ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര മുതലായിട്ടുള്ള വൃത്തങ്ങളിലേക്കും പലതരത്തിലുള്ള വൃത്തങ്ങൾ അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. വിചിത്രമായ വൃത്തങ്ങളൊക്കെ മഹാഭാരതത്തിലൊക്കെ ധാരാളം പ്രയോഗിച്ചിട്ടുണ്ട്. ഭാഗവതത്തിലും അങ്ങനെയുള്ള വൃത്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഭക്തി പ്രവർത്തകങ്ങളായിരിക്കുന്ന പല വൃത്തങ്ങളെയും പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം ഈ 30-ാമത്തെ ശ്ലോകം തൊട്ട് വൃത്തം മാറ്റി പ്രയോഗിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ് ഇദ്ദേഹത്തിലൊരു ആവേശം കയറി, ഭക്തിയുടെ ആവേശം ഉണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ ശ്ലോകം എനിക്കൊന്ന് എല്ലാവർക്കും ചൊല്ലുന്ന ഒരു സുഖമായിരിക്കില്ലേ, ഈ ഉറക്കം കളയാനും അല്ലേ, ഒന്ന് ഏറ്റു ചൊല്ലിയിട്ട് ആ മന്ത്രങ്ങളെ നമുക്കൊന്ന് ഉരുക്കഴിക്കാം. യത്പാദസേവാഭിരുചിസ്തപസ്വിനാം അശേഷജന്മോപചിതം മലം ധിയാ സദ്ദക്ഷിണോത്യന്വഹമേധതി സതി യഥാ പദാങ്കുഷ്ഠവിനിസൃതാ സരിൽ. യത്പാദസേവാഭിരുചിസ്തപസ്വിനാം അശേഷജന്മോപചിതം മലം ധിയ സദ്ദക്ഷിണോത്യന്വഹമേധതി സതി യഥാ പദാങ്കുഷ്ഠവിനിസൃതാ സരിൽ. ഇതിൻ്റെ അന്വയം ഏകദേശം ഇങ്ങനെയാണ്. ചില ശ്ലോകങ്ങളൊന്നും, ഭാഗവത്തിലെ ചില ശ്ലോകങ്ങളൊന്നും അന്വയത്തിനും വഴങ്ങില്ല. ചിലപ്പോൾ നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നോക്കിയാലേ ചില പദങ്ങളെ അന്വയിക്കാൻ തന്നെ പറ്റുകയുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഈ 14 ശ്ലോകങ്ങളും താരതമ്യേന അന്വയിക്കാൻ എളുപ്പമുള്ള ശ്ലോകങ്ങളാണ്. യത് പാദസേവാഭിരുചി അന്വഹം ഏധതി സതി തപസ്വിനാം അശേഷജന്മോപചിതം ധിയഃ മലം തദംഗുഷ്ഠവിനിസൃതാ സരിത് യഥാ സദ്യഃ ക്ഷിണോതി. ഭഗവാന്റെ പാദസേവനത്തിൻ്റെ മാഹാത്മ്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. യത്പാദസേവാഭിരുചി അന്വഹം ഏധതി സതി തപസ്വിനാം അശേഷജന്മോപചിതം ധിയഃ മലം സദ്യഃ ക്ഷിണോതി. യാതൊരു ഭഗവാന്റെ പാദസേവയിലുള്ള അഭിരുചി,
ഭഗവാന്റെ പാദസേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം, പ്രത്യേകമായിട്ടുള്ള ഒരു ഉൾപ്രേരണ, പ്രത്യേകമായിട്ടുള്ള ഒരു അഭിരുചി, അത് എങ്ങനെയുള്ളതാണ്? അന്വഹം ഏധതി സതി. അന്വഹം ഓരോ ദിവസവും എന്നാണ്. ഏധതി സതി, ഏധതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട്. അവിടെ ഒരു ദൃഷ്ടാന്തം നമ്മുടെ മുന്നിൽ കാണിച്ചു വന്നു. അങ്കുഷ്ഠ വിനിസ്തൃത സരിത്. ഭഗവാന്റെ അങ്കുഷ്ഠത്തിൽ നിന്നും വിനിസൃതമായ സരിത്തിനെ പോലെ. ഭഗവാന്റെ പദാങ്കുഷ്ഠം, അങ്കുഷ്ഠം എന്ന് വെച്ചാൽ പെരുവിരൽ. ഭഗവാന്റെ പെരുവിരലിൽ നിന്നാണ് ഒരു നദി ഉദ്ഭവിച്ചിട്ടുള്ളത്. നമുക്കത് അഷ്ടമസ്കന്ധത്തിൽ ആണ് അത് പറഞ്ഞിട്ടുള്ളത്, പഞ്ചമസ്കന്ധത്തിലും പറഞ്ഞിട്ടുണ്ട്. പഞ്ചമസ്കന്ധത്തിൽ അങ്കുഷ്ഠം കൊണ്ട് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്കുഷ്ഠ നിർഭിന്ന എന്ന് പറയുന്നുണ്ട്. അത് സ്വർഗഗംഗയെക്കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ വാമനമൂർത്തി വിരാട് സ്വരൂപമായിട്ട് ഇങ്ങനെ വളർന്ന് 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 വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാമപാദാങ്കുഷ്ഠം സ്പർശിച്ചിട്ട് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അതിൻ്റെ അതിൻ്റെ അതിർവരമ്പ് പൊട്ടിയിട്ട് അതിൽ നിന്നാണ് ഈ ഗംഗാനദി ഒഴുകിയത് എന്നാണ്. അപ്പം അങ്ങനെ ഭഗവാന്റെ പാദത്തിലുള്ള ആ അങ്കുഷ്ഠത്തിൽ നിന്നും വിനിർഗമിച്ചതായ സരിത്ത് എങ്ങനെയാണ്? ചെറിയ ഒരു ധാരയായിട്ടായിരിക്കും അത് ഗംഗാനദി പ്രവഹിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് അതിൻ്റെ ഒഴുക്കിന് ശക്തി വർദ്ധിച്ച് വന്ന് വലിയ വിശാലമായ നദിയായിട്ട് സമുദ്രത്തോട് അടുക്കും തോറും അതിൻ്റെ വ്യാപ്തി കൂടി വരുന്നു, ഒഴുക്കിന് ശക്തിയും കൂടുന്നു. അങ്ങനെ അതിങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു ജലപ്രവാഹമായിട്ട് പോകുന്നത് പോലെ ഭഗവത് ഭജനം ചെയ്യുന്ന ആളിൻ്റെ ഭക്തിയും ഇതുപോലെ വർദ്ധിച്ചു വരുന്നതാണ്. അത് നമുക്ക് വേറെയും ഈ ഒരു പ്രയോഗം കാണാം, കുന്തി സ്തുതിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ? എന്താ കുന്തി ദേവി പറയുന്ന ആ സ്തുതിയിൽ ഇതുപോലൊരു ഇതുണ്ട്. എന്താണ്? സമുദ്രത്തിലേക്ക് ഒഴുകുന്ന ഗംഗ പോലെ എൻ്റെ ഭക്തി വർദ്ധിക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത്. ആ വരി എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതുപോലെ ഈ ഗംഗാനദി പോലെ അന്വഹം, അതായത് ഓരോ ദിവസവും വർദ്ധിച്ച് വരുന്ന ഒരു പ്രവാഹമായിട്ട് ഭഗവാന്റെ പാദകമലങ്ങളിലുള്ള നമ്മുടെ ഭക്തി വർദ്ധിച്ച് വരുന്നത് കൊണ്ട് തപസ്വിനാം അശേഷജന്മോപചിതം ധിയഃ മലം ക്ഷിണോതി. തപസ്വിനാം, തപസ് ചെയ്യുന്ന ആളുകൾക്ക് അശേഷജന്മോപചിതം ധിയഃ മലം. ധിയഃ മലം, നമ്മുടെ മനസ്സിൻ്റെ അന്ധകരണത്തിലുള്ള മലം, അതായത് പലതരത്തിലുള്ള മാലിന്യങ്ങൾ, വിഷയമാലിന്യങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം മുതലായിട്ടുള്ള നിരവധിയായിട്ടുള്ള പലതരത്തിലുള്ള ഈ നമ്മുടെ വാസനാബലം കൊണ്ട് വർദ്ധിച്ചു വന്നതായിട്ടുള്ള ഈ വിഷയവികാരങ്ങൾ, ഈ വിഷയവികാരങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ സാധനക്ക് തടസ്സമായിട്ടുള്ളത്, ഭക്തിക്ക് തടസ്സമായിട്ടുള്ളത്, മോക്ഷത്തിനും തടസ്സമായിട്ടുള്ളത്. മനസ്സിൻ്റെ ഈ മനോമാലിന്യങ്ങൾ നീങ്ങുന്നതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വാങ്ങാൻ പറ്റുന്നതല്ല, പുറമേ നിന്നും ഒരു സാധനം വന്ന് ചേരേണ്ടതുമല്ല. നമ്മൾ വാക്കുകൊണ്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് മോക്ഷം ലഭിച്ചു എന്നൊക്കെ പറയാറുണ്ട്. മോക്ഷം ലഭിച്ചു, മോക്ഷം കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിന് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മോക്ഷം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ നമുക്ക് നമ്മുടെ ഭാഷക്ക് വഴങ്ങുന്നതല്ല, നമ്മുടെ വാക്കുകൾക്ക് വഴങ്ങുന്ന വസ്തുവല്ല. കാരണം അത് അനുഭൂതി തത്വം, അനുഭൂതി തലമാണ്. അനുഭൂതി തലത്തെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മോക്ഷം കിട്ടി, മോക്ഷം കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് ഓരോ ജീവനും സ്വതസിദ്ധമായിട്ടുള്ളതാണ്. ശങ്കരാചാര്യ സ്വാമികൾ ഗീതാഭേഷത്തിൽ സ്വതസിദ്ധം എന്നാണ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വതവേ തന്നെ നൈസർഗികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ മോക്ഷം ഉണ്ട് എന്നാണ്. മോക്ഷാവസ്ഥ നമുക്കുണ്ട്. മുക്താവസ്ഥയും ബദ്ധാവസ്ഥയും ഒരേ ആത്മാവിൽ തന്നെ ഒരേ സമയത്ത് ഉണ്ട് എന്ന് ഏകാദശത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും പറയുന്നുണ്ട് അല്ലേ? ദ്വാസുപർണ എന്ന് പറയുന്ന ഉപനിഷത്തിൻ്റെ മന്ത്രം, അതിനെ ഒരു ശ്ലോകബദ്ധമാക്കിയിട്ട് അവിടെ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ അവതരിപ്പിക്കുന്നുണ്ട്. സുവർണാവേദോ സദശോ സഹായവും എന്ന് പറയുന്ന ശ്ലോകം. രണ്ട് പക്ഷികൾ ഒരേ വൃക്ഷത്തിലിരുന്നു കൊണ്ട്, ഒരു പക്ഷി അതിലെ പഴങ്ങളെ തിന്നുകൊണ്ട് അതിൻ്റെ മധുരം ആസ്വദിച്ചുകൊണ്ടും
അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ പഴുത്തില്ല, അപ്പോൾ ദുഃഖമുണ്ടാകും. പഴുത്ത പഴം കിട്ടുമ്പോൾ അതിന് സുഖമുണ്ടാകും. ഇങ്ങനെയൊക്കെ സുഖവും ദുഃഖവും അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ഒരു പക്ഷിയും എല്ലാത്തെയും നോക്കിക്കണ്ട് സാക്ഷിയായിട്ടിരിക്കുന്ന മറ്റൊരു പക്ഷിയും ഒരേ വൃക്ഷത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് പോലെ ഒരേ ആത്മാവിൻ്റെ തന്നെ രണ്ട് ഭാവങ്ങളാണ് മുക്താവസ്ഥയും ബദ്ധാവസ്ഥയും എന്ന് അവിടെ ഭഗവാനും വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അറിയാം, അത് ഉപനിഷത്തുകളിൽ പല ഉപനിഷത്തുകളിലും ഈ ശ്ലോകം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ മുക്താവസ്ഥ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, മോക്ഷം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷേ ആ ഉള്ളിലുള്ള ആ മുക്താവസ്ഥയെ മറഞ്ഞു നിൽക്കുന്ന എന്തുണ്ട്, പലതരത്തിലുള്ള ഈ മാലിന്യങ്ങളുടെ വലിയ അട്ടികളുണ്ട് എന്നാണ്. അനേകമായിട്ട് അതിന് അടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതിനാണ് മനക്കഷായം, മനസ്സിൻ്റെ കാലുഷ്യങ്ങൾ, മനസ്സിലുള്ള പലതരത്തിലുള്ള ആ വാസന ബലം ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് കൂടിയിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ണാടി, ഈ പുക കൊണ്ട് മൂടിയ കണ്ണാടിയെ പോലെ അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ യഥോൽപേന ആവൃതോ ഗർഭ എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. ഗർഭത്തിന് മൂടിയിരിക്കുന്ന ആ ഒരു അതിൻ്റെ മറുപിള്ളുണ്ടല്ലോ, അതിനെ മൂടിയിരിക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ ഈ ഉള്ളിലുള്ള ജ്ഞാനത്തെ അജ്ഞാനം ഇങ്ങനെ കഠിനമായ കട്ടിയുള്ള അജ്ഞാനം അതിനെ പൊതിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഉള്ളിലുള്ള ആ ജ്ഞാനത്തെ, ഉള്ളിലുള്ള ആ മോക്ഷാവസ്ഥയെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത്. അപ്പോൾ ഈ തടസ്സമായിട്ടുള്ള എന്താണ്, നമ്മുടെ അവിദ്യാപടലമാണ്. ഈ അവിദ്യാപടലം എപ്പോഴാണ് ഉണ്ടായത്, എങ്ങനെയാണ് വന്നു ചേർന്നത്? അവിദ്യ ആരും പഠിപ്പിച്ചിട്ടുണ്ടായതല്ലല്ലോ, വിദ്യയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അവിദ്യ പഠിപ്പിച്ചിട്ടുണ്ടായതല്ല, അത് അനാദ്യവിദ്യോപഹത ആത്മസംവിധ തന്മൂല സംസാര പരിശ്രമാതുര. ഇവിടെയാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്, വേറൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നതാണ്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അഷ്ടമസ്കന്ധത്തിൽ മത്സ്യാവതാര സന്ദർഭത്തിൽ സത്യവ്രത രാജാവ് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഭഗവാനെ ഒരു ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ് അദ്ദേഹം. മത്സ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ഈ സത്യവ്രത രാജാവ് സ്തുതിക്കുന്ന സന്ദർഭത്തിലാണ് പറയുന്നത്, ഇതേ ആശയമാണ് അവിടെ പറയുന്നത്. അനാദ്യവിദ്യോപഹത ആത്മസംവിധ തന്നൂല സംസാര പരിശ്രമാതുര. അനാദിയായിരിക്കുന്ന നമ്മുടെ ഈ ജന്മങ്ങൾ എന്നാണ്. എത്ര ജന്മം ജനിച്ചു എന്ന് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല, അത്രയധികം ജന്മങ്ങൾ കഴിഞ്ഞുപോയി. ഓരോ ജന്മങ്ങളിലും നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ വാസനയായിട്ട് അവിദ്യയായിട്ട് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് കൂടിയിട്ടുണ്ട്. അപ്പം അത്രയധികം അവിദ്യ നമുക്ക് കളയാനുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. എന്തുമാത്രം വൃത്തികേടുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ വൃത്തികേടുകളൊക്കെ തന്നെ കളയണമെങ്കിൽ ഇത്ര തന്നെ കാലം പിടിക്കുമോ? 1000 ജന്മങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടായി വന്നിട്ടുള്ളതെങ്കിൽ 1000 ജന്മം വേണ്ടി വരുമോ ഇത് കളയാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ, ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നത്, ഒരു മുറിയിലെ ഇരുട്ട് 100 കൊല്ലമായിട്ടൊരു മുറി അടച്ചിട്ട് ഇരുട്ടാണ് അതിനകത്ത്. പക്ഷെ അത് പ്രകാശം വരാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ച് ഇടുക കൊണ്ടുപോകണം. സ്വിച്ച് ഇട്ടാൽ ഈ ഇരുട്ടൊക്കെ 100 കൊല്ലത്തെ ഇരുട്ടായാലും 1000 കൊല്ലത്തെ ഇരുട്ടായാലും അത് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു സദ്ഗുരുനാഥൻ്റെ അനുഗ്രഹം നമ്മളിൽ വന്ന് ആ ഗുരു വന്ന് നമ്മളെ സ്പർശിക്കുകയോ ആ ഗുരുവിൻ്റെ ഒരു നോട്ടം കൊണ്ടോ ഒരു സ്പർശനം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഒക്കെ തന്നെ ഒരുപക്ഷെ ഈ ഇരുട്ട് മുഴുവനും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം പോയിട്ട് പ്രകാശം ഉള്ളിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. അതാണ് ഗുരു കൃപയുടെ, ഈശ്വര കൃപയുടെ സ്വഭാവം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ നിരവധി ആചാര്യശ്രേഷ്ഠന്മാർ അത് നമുക്ക് സ്വയം അനുഭവിച്ച കാര്യം അവർ പറഞ്ഞു തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അശേഷ ജന്മോപചിതം, അശേഷം അനേകം ജന്മങ്ങളിലൂടെ ശേഖരിച്ച് സംഭരിച്ച് വെച്ചതായിട്ടുള്ള ധിയഹ മലം, ബുദ്ധിയുടെ അല്ലെങ്കിൽ മനസ്സിൻ്റെ അന്ധകരണത്തിൻ്റെ ഈ മാലിന്യം, അതിലുള്ള വൃത്തികേടുകൾ എന്തു ചെയ്യുന്നു? ഈ ഭഗവാന്റെ പാദാങ്കുഷ്ഠങ്ങളിൽ നിന്നും പ്രഭവം ചെയ്തതായ ഗംഗാനദിയെപ്പോലെ സദ്യക്ഷണോതി, പെട്ടെന്ന് അതിനെ ക്ഷീണിപ്പിക്കുന്നു, നശിപ്പിക്കുന്നു. അപ്പോൾ ഭഗവത് പാദങ്ങളിലുള്ള സേവനം ചെയ്യാനുള്ള നമ്മുടെ അഭിരുചി, നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ പ്രേരണ ഓരോ ദിവസവും വർദ്ധിച്ച് 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 വന്നിട്ട് അനേക ജന്മങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള മനോമാലിന്യങ്ങളെയും പെട്ടെന്ന് ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ആ ഭക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിനെ ഭഗവങ്കിലേക്ക് തന്നെ ഒഴുക്കി വിടുക തന്നെ ചെയ്യണമെന്നാണ്. നമ്മുടെ മനസ്സിൻ്റെ ഗതിവിഗതികളെയൊക്കെ തന്നെ ഭഗവങ്കിലേക്ക് ഗംഗൈവോഘമുദന്വതി. നേരത്തെ ഞാൻ ഓർത്തിട്ട് കിട്ടാതിരുന്ന പദം ഇപ്പോഴാണ് കിട്ടിയത്. ഗംഗൈവോഘമുദന്വതി. നിരന്തരമായിട്ട് ആ ഗംഗാനദി സമുദ്രത്തിലേക്ക് തന്നെ പ്രവഹിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ചിന്തകളെയും ഭഗവങ്കിലേക്ക് തന്നെ ഒഴുക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളിരിക്കുമ്പോഴും നടക്കുമ്പോഴും നമ്മൾ എന്ത് വിചാരിക്കണം? ഇത് ഭഗവാന്റെ നിയോഗമായിട്ട് ഞാൻ ചെയ്യുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് ഭഗവാന്റെ നിയോഗമാണ്. ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഒരു നൈവേദ്യമാണ് ഈ ഭക്ഷണം. ഭഗവാന്റെ മടിയിലുള്ള ഒരു വിശ്രമമാണ് എൻ്റെ ഉറക്കം. ഭഗവാനിലേക്കാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാലുകൊണ്ട് നടക്കുന്ന സമയത്ത്. ഇങ്ങനെ ഓരോരോ നമ്മുടെ കരചരണാദ്യ അവയവങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഭഗവാനിലേക്ക് സമർപ്പിക്കണം. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഹൃഷീകേണ ഹൃഷീകേശ പൂജനം ഭക്തിരുച്യതേ എന്ന് നാരദ മഹർഷി പറയുന്നുണ്ട്. നമ്മുടെ ഹൃഷീകങ്ങളെ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാനെ പൂജിക്കലാണ് ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് നിരന്തരമായിട്ടുള്ള ആ ഭക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ സാധിക്കണം. അങ്ങനെ ഭക്തി വർദ്ധിച്ച് വരുന്തോറും നമ്മുടെ മനസ്സിലുള്ള ഈ മാലിന്യക്കറകൾ അത് ക്ഷീണിച്ച് ഇല്ലാതെയായിട്ട് നമ്മുടെ ഉള്ളിൽ ആ പരമപ്രകാശത്തെ അനുഭവിക്കാൻ സാധിക്കും എന്നാണ്. എന്നിട്ട് അങ്ങനെ നമ്മുടെ മനോമാലിന്യങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. 31-ാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലാം ഒന്ന്. വിനിർധുതാശേഷമനോമലഃ പുമാൻ അസംഗവിജ്ഞാനവിശേഷവീര്യവാൻ ഇദംഘ്രിമൂലേ കൃതകേതനഃ പുനഃ ന സംസൃതിം ക്ലേശവഹാം പ്രപദ്യത്തെ. വിനിർധുതാശേഷമനോമലഃ പുമാൻ ന സംഗവിജ്ഞാനവിശേഷവീര്യവാൻ യദംഘ്രിമൂലേ കൃതകേതനഃ പുനഃ ന സംസൃതിം ക്ലേശവഹാം പ്രപദ്യത്തെ. ഞാൻ ചൊല്ലിയപ്പോൾ ആ പദം മുറിച്ചത് ലേശം ഒന്ന് ഞാൻ എഴുതിയതിൻ്റെ വ്യത്യാസം, എഴുതുമ്പോൾ അത് പിന്നെ കുത്തിത്തടഞ്ഞുകൊണ്ട് ഉണ്ടായൊരു പ്രശ്നമാണ്. വിനിർധുതാശേഷ മനോമലഃ പുമാൻ അസംഗവിജ്ഞാന വിശേഷവീര്യവാൻ യദംഘ്രിമൂലേ കൃതകേതനഃ പുനഃ ന സംസൃതിം ക്ലേശവഹാം പ്രപദ്യത്തെ. ഇവിടെ അതിൻ്റെ അന്വയം വിനിർധുതാശേഷമനോമലഃ പുമാൻ അസംഗവിജ്ഞാനവിശേഷവീര്യവാൻ. അതേ ശ്ലോകം തന്നെ, അതൊരു ശ്ലോകത്തിൻ്റെ ഒരു കാവ്യഗുണമാണെന്നാണ്. അന്വയാർത്ഥവും എൻ്റെ പദ്യത്തിലുള്ള പ്രയോഗം ഒരേപോലെ ആകുന്നത് കാവ്യത്തിൻ്റെ ഒരു ലാളിത്യം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അസംഗവിജ്ഞാനവിശേഷവീര്യവാൻ ഏതംഘ്രിമൂലേ കൃതകേതനഃ ക്ലേശവഹാം സംസൃതിം പുനഃ ന പ്രപദ്യത്തെ. വിനിർധുതാശേഷ മനോമലഃ തൊട്ട് മുമ്പ് പറഞ്ഞ ശ്ലോകത്തിലെ അതേ കാര്യം ഇവിടെ എടുത്തു പറയുകയാണ്. നേരത്തെ പറഞ്ഞ ധിയഃ മലം, മനസ്സിൻ്റെ അന്ധകരണത്തിലുള്ള മാലിന്യങ്ങൾ അശുദ്ധിയൊക്കെ തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ അവസ്ഥയാണ്, അങ്ങനെയുള്ള ആളിനെയാണ് വിനിർദ്ധതമായ അശേഷ മനോമലത്തോട് കൂടിയവൻ. മനസ്സിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും മനസ്സിലുള്ള എല്ലാ അഴുക്കുകളെയും വിശേഷമായിട്ടും നിശേഷമായിട്ടും കഴുകിക്കളഞ്ഞു. മനസ്സിനെ നന്നായിട്ട് കഴുകിക്കളഞ്ഞു. എങ്ങനെ കഴുകിക്കളഞ്ഞു? ഭഗവാന്റെ പാദസേവാഭിരുചി വർദ്ധിച്ച് വരുമ്പോഴുണ്ടാകുന്നതാണ് ഈ മനസ്സിൻ്റെ ശുദ്ധീകരണം, മനസ്സിൻ്റെ പവിത്രീകരണം. അങ്ങനെ അശേഷമായിട്ട് നിശേഷമായിട്ട്
മനസ്സിനെ മുഴുവൻ കഴുകിക്കളഞ്ഞ് മനസ്സ് ശുദ്ധമാക്കി കഴിഞ്ഞിട്ടുള്ള പുമാൻ, പുരുഷൻ, മനുഷ്യൻ, അസംഗവിജ്ഞാന വിശേഷ വീര്യവാൻ. അസംഗവിജ്ഞാന വിശേഷ വീര്യവാൻ, അദ്ദേഹത്തിന് ഒരു വീര്യം കൈവരുന്നു. ആ വീര്യം എന്താണെന്ന് വെച്ചാൽ അസംഗം കൊണ്ട്, നിസ്സംഗത്വം കൊണ്ടുണ്ടാകുന്ന വീര്യം. ഒന്നിനോടും സംഘമില്ലാതിരിക്കുക, ഒന്നിനോടും ആഗ്രഹമില്ലാതിരിക്കുക, കാണുന്ന വസ്തുവിൽ കാംക്ഷയുണ്ടാവുക. അങ്ങനെയാണല്ലോ. നമ്മുടെ കണ്ണുകൊണ്ടും കാണുകയും, മൂക്കുകൊണ്ട് മണക്കുകയും, ചെവി കൊണ്ട് കേൾക്കുകയും, നാവ് കൊണ്ട് രുചിക്കുകയും ഒക്കെ ചെയ്യുന്ന, ചർമ്മം കൊണ്ട് സ്പർശിക്കുകയും ചെയ്തിട്ട് ഉണ്ടാകുന്ന സുഖാനുഭവങ്ങളെയൊക്കെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടണം, വേണം എന്നുള്ള ആഗ്രഹം ആണ്. അതാണ് സംഘം. അതില്ലാതെ പറ്റില്ല എന്ന് തോന്നുക. അങ്ങനെ ഉണ്ടാകുന്ന സംഘം, ആ സംഘത്തെ ഉപേക്ഷിക്കുക, ഇല്ലാതാക്കുക. അസംഗം, നിസ്സംഗം, നിസ്സംഗത്വം. ആ സംഘരാഹിത്യം കൊണ്ട്, അനാസക്തി കൊണ്ട് ഉണ്ടാകുന്ന വീര്യം, വിജ്ഞാനം കൊണ്ടുണ്ടാകുന്ന വീര്യം. വിജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ഒരു പടി കൂടി കടന്നിട്ട് ജ്ഞാനം അനുഭവതലത്തിലെത്തുമ്പോഴാണ് അതിനെ വിജ്ഞാനമാക്കുന്നത്. വിശേഷമായിട്ടുള്ള ജ്ഞാനമാണ്. അപ്പോൾ അനുഭവജ്ഞാനം തന്നെ എന്ന് പറയാം. അനുഭവജ്ഞാനം കൂടി വന്നു ചേരുമ്പോൾ നിസ്സംഗത്വം അല്ലെങ്കിൽ വൈരാഗ്യവും വിജ്ഞാനവും, വിജ്ഞാന വൈരാഗ്യങ്ങളെ കൊണ്ട് ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കുന്നത് നേടാൻ സാധിക്കും? വീര്യം നേടാൻ വേണ്ടി സാധിക്കും. അതാണ് നേരത്തെ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ഒരാളുടെ ശൗര്യം, വീര്യം എന്ന് പറയുന്നത് സ്വന്തം മനസ്സിനെ അടക്കി വെക്കുന്നതിലാണ് ഒരാളുടെ വീര്യം എന്ന് പറയുന്നത്. അത് ഹിരണ്യകശിപുവൊക്കെ ലോകം മുഴുവൻ 14 ലോകം കീഴടക്കിയിട്ടും അദ്ദേഹത്തിന് കീഴടക്കാൻ പറ്റാത്ത ഒരു വസ്തു ഉണ്ട് എന്ന് മകനായ കുഞ്ഞ് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യസ്യുൻ പുരാഷണ്ണ വിജിത്യ, 6 ശത്രുക്കളെ അങ്ങക്ക് കീഴടക്കാൻ സാധിച്ചില്ല. ലോകത്തിലുള്ള 14 ലോകങ്ങളിലുമുള്ള സകല ശത്രുക്കളെയും, ദേവന്മാരെയും ഗന്ധർവന്മാരെയും കിന്നരന്മാരെയും ഒക്കെ, രാജാക്കന്മാരെയും ഒക്കെ കീഴടക്കിയിട്ട് അങ്ങ് ഏകഛത്രാധിപതിയായിട്ട് ശോഭിച്ചു. പക്ഷേ അവനവൻ്റെ ഉള്ളിലുള്ള ശത്രുവിനെ അങ്ങക്ക് കാണാൻ സാധിച്ചില്ല. അവനവൻ്റെ ഉള്ളിലുള്ള വീര്യവാന്മാരായിട്ടുള്ള ശത്രുക്കളെ കീഴടക്കാൻ സാധിക്കാത്തത് കൊണ്ട് അങ്ങയുടെ വിജയത്തിന് യാതൊരു തരത്തിലുള്ള പ്രഭാവവും ഉണ്ടാവുകയില്ല. കാരണം ഇപ്പോൾ അങ്ങ് കീഴടക്കിയിരിക്കുന്ന ഈ പ്രാപഞ്ചിക സുഖങ്ങളൊക്കെ എന്തിന് വിധേയമാണ്? നാശത്തിന് വിധേയമാണ്. നാശത്തിന് വിധേയമായ ഈ വസ്തുക്കൾ നേടിയിട്ട് ഞാൻ സുഖിക്കുന്നു എന്ന് ആരെങ്കിലും അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അയാളൊരു സൽബുദ്ധിയല്ല, അതൊരു ദുർബുദ്ധിയാണ്. ക്രമേണ ആ സുഖങ്ങളൊക്കെ തന്നെ ദുഃഖത്തിൽ കലാശിക്കുകയും ചെയ്യും. ദുഃഖസ്യാന്തം സുഖം എന്നാണ്. ദുഃഖസ്യാന്തം സുഖം മതം വേദവ്യാസം പറയുന്നുണ്ട്, മഹാഭാരതത്തിൽ അനേകം തവണ പറയുന്നുണ്ട്. എല്ലാ സുഖത്തിൻ്റെ അന്ത്യത്തിൽ ഒരു ദുഃഖവും, എല്ലാ ദുഃഖങ്ങളുടെയും അന്ത്യത്തിലൊരു സുഖവും ഉണ്ടാകും. അത് മനസ്സിലാക്കി കഴിഞ്ഞ ആളിന് സുഖമുണ്ടാകുന്ന സമയത്ത് സുഖേഷു നിസ്പൃഹ, സുഖങ്ങളിൽ നിസ്പൃഹത്വം. ഈ സുഖം എനിക്ക് യാദൃച്ഛികമായിട്ട് വന്നതാണ്, യാദൃച്ഛികമായിട്ട് വന്നത് യാദൃച്ഛികമായിട്ട് പോവുകയും ചെയ്യും എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണ് നമുക്ക് ഏറ്റവും ദുഃഖമുണ്ടാക്കി തരുന്നത് എന്ന് ഉപനിഷത്തുകളൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാക്കിയിട്ടാണ് നമ്മൾ പിരിഞ്ഞു പോവുക. അതുകൊണ്ട് അത്തരം വസ്തുക്കളോട് നമുക്ക് ഒരു തരത്തിലും സംഘമില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വീര്യമാണ്. കാരണം അതാണ് ധൈര്യം എന്ന് പറയുന്നത്. മനോബലമാണ് ഏറ്റവും വലിയ ബലം. മറ്റ് ബലങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല. മറ്റുള്ള ബലങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ജീവിതത്തിൽ സ്ഥിരമായ ഒരു ശ്രേയസ്സിനെ, ഐശ്വര്യമായാലും ശ്രേയസ്സായാലും നേടാൻ നമുക്ക് മറ്റ് ശൗര്യങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. അങ്ങനെ ശൗര്യം കൊണ്ട് നേടിയെടുത്തവരൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഭാഗവതം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? ഭാഗവതത്തിൻ്റെ അവസാനം 12ാം സ്കന്ധത്തിൽ ഭൂമി പറയുന്നുണ്ട്, ഖസതി ഭൂരിയം. ഈ ഭൂമി അത്തരം ആളുകളെക്കുറിച്ച് ഓർത്ത് ചിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട്? വലിയ വലിയ അങ്കൻ, വേനൻ മുതലായിട്ടുള്ള രാജാക്കന്മാർ, രാവണൻ മുതലായിട്ടുള്ള ആളുകൾ ലോകം മുഴുവൻ കീഴടക്കിയിട്ടും അവർക്ക് തൃപ്തി വന്നില്ല, അവർക്ക് ചത്തൊടുങ്ങുകയും ചെയ്തു. അതാണ് ചാകാതിരിക്കാനുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എന്തിനധികം ദുഃഖത്തിന് ഒരു ഔഷധം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇല്ലല്ല, മറ്റെല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. പക്ഷെ നമുക്ക് ദുഃഖം വരുന്നു.
ദുഃഖം വരുന്നതിന് ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ തൽക്കാലത്തേക്ക് ഡോക്ടർമാർ ടെൻഷന് ഗുളികയൊക്കെ തരും. ടെൻഷന് ഗുളിക അത് കുറേശ്ശെ കഴിച്ചാൽ ഒരു ചെറിയൊരു സുഖമൊക്കെ ഉണ്ടാവും. ഈ ടെൻഷൻ ഫ്രീ ആയിട്ട് മാറുകയൊക്കെ ചെയ്യും. പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ ആ ഗുളിക നമ്മളെ തിന്നാൻ തുടങ്ങും. ഈ ഗുളിക എല്ലാ ടാബ്ലറ്റിൻ്റെയും മരുന്നിൻ്റെയും സ്വഭാവം എന്താണെന്ന് വെച്ചാൽ മരുന്ന് കുറേ കാലം നമ്മൾ മരുന്നിനെ സേവിച്ചുകൊണ്ടിരിക്കും. കുറേ അധികം കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് പിന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾ തിന്നാൻ തുടങ്ങുമ്പോൾ അത് പിന്നെ കഠിന ദുഃഖമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ദുഃഖൌഷധം എന്ന് പറയുന്ന ഒറ്റ ഔഷധം അത് ഇവിടെ ഭാഗവതം പറയുന്നു. ദുഃഖൌഷധം എന്താണ്? ഭാഗവതമാണ്. ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? ഒന്നിനോടും ആഗ്രഹമില്ലാതിരിക്കുമ്പോൾ ദുഃഖമില്ലാതെയാവും. അതുകൊണ്ടാണ് ഈ അസംഗം എന്ന് പറയുന്നത്. അതുപോലെ ഈ സംഘം ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ആഗ്രഹം എന്തിനോടായിരിക്കും? ഭഗവാനോടായിരിക്കും നമുക്ക് ആഗ്രഹം ഉണ്ടാവുക. നമ്മുടെ ഉള്ളിലുള്ള അന്തര്യാമിയായിരിക്കുന്ന നമ്മുടെ ചിത്സ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ ആ ശ്രീകൃഷ്ണ ഭഗവാനോട് അന്തര്യാമിയായിരിക്കുന്ന ആ ചൈതന്യത്തെ ഭാഗവതം ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. ശിവപുരാണത്തിൽ ശിവനായിട്ടും അല്ലേ, ദേവീ ഭാഗവത്ത് ദേവിയായിട്ടൊക്കെ പറയുന്നതൊക്കെ അവരെ ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യത്തോട് നമുക്ക് ഒരു സംഘമുണ്ടാകുന്നു. ആ ശക്തിയോട്, ആ ഈശ്വരനോട് നമുക്ക് അഭിനിവേശം ഉണ്ടാകുന്നതോട് കൂടിയിട്ട് നമ്മൾ ഉള്ളിൽ നിത്യമായ ആനന്ദത്തെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ആ ആനന്ദത്തിന് അനുഭവമാണ് ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യമായ വസ്തുക്കളോടുള്ള സംഘം സ്പൃഹ ഒഴിവാക്കുകയും ഉള്ളിലുള്ള നിരന്തരമായിട്ട് നമ്മളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ജ്ഞാനപ്രകാശത്തിൽ അഭിരമിക്കുകയും ചെയ്യുന്ന ആളിനെയാണ് ഇവിടെ അങ്ങനെയുള്ള വീര്യവാൻ, അങ്ങനെ ഒരു വീര്യം നേടിയെടുത്ത ആൾ. ഇത് അഘ്രിമൂലേ കൃതകേതനഃ. യാതൊരു ശ്രീകൃഷ്ണ ഭഗവാന്റെ അഘ്രിമൂലേ, ഭഗവാന്റെ പാദകമലങ്ങളിൽ, ഭഗവാന്റെ പാദങ്ങളിൽ കേതനം എന്ന് വെച്ചാൽ ഭവനം, ആശ്രയം എന്നൊക്കെയാണ് അർത്ഥം. കൃതകേതനഃ, കേതനം ഉണ്ടാക്കിയ ആള്, ഭഗവാന്റെ പാദങ്ങളിൽ ഒരു ഭവനം, ഒരു ആശ്രയ കേന്ദ്രം ഉണ്ടാക്കിയെടുത്ത ആള് എന്നർത്ഥം. അനികേത, ഇതിലൊക്കെ അനികേത സ്ഥിരമതിഹി. അവിടെ നികേതമില്ലാത്തവൻ, വീടില്ലാത്തവൻ എന്നുള്ള അർത്ഥമല്ല. ആ പദത്തിന് വാസ്തവത്തിൽ വീട് എന്ന് പറയുന്ന, ഭവനം എന്ന് പറയുന്ന ആ ബന്ധനത്തിൽ നിന്നും പുറത്തു കടന്നവനാണ് അനികേതൻ. അപ്പോൾ കേതനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നികേതനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭവനം, ആശ്രയ കേന്ദ്രം എന്നൊക്കെയാണ് അർത്ഥം. ഭഗവാന്റെ പാദങ്ങളിൽ ഒരു ആശ്രയ കേന്ദ്രം നേടിയെടുത്തിട്ടുള്ള ആള്. നമുക്കിന് വേറൊരു ആശ്രയ കേന്ദ്രം ആവശ്യമില്ലല്ലോ. നിത്യമായ ഒരു ആശ്രയം അവിടെയുണ്ട്. നിത്യമായ ആശ്രയം ഉള്ള ഒരാൾക്ക് പിന്നെ താൽക്കാലികമായ ഒരു ഷെഡ് കെട്ടിയിട്ട് താമസിക്കേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും ഒരു ഷെഡ് കെട്ടി, ഈ ലോകജീവിതം അങ്ങനെ ഒരു ഷെഡാണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും വേണമെങ്കിൽ ഇത് തകർന്ന് തരിപ്പണമായി ഇപ്പോൾ ഒരു കാറ്റിൽ ഇത് എടുത്തു പോകും. ഒരു പ്രളയത്തിൽ എടുത്തു പോകുന്ന സുഖമാണ് നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത്. നമ്മുടെ ഈ ശരീരമായാലും അല്ലേ, എന്താണ് ഈ ആമകുംഭം എന്നൊക്കെ പറയും. പച്ച മണ്ണിലുണ്ടാക്കിയിരിക്കുന്ന ഒരു കുംഭം ആണ് ഈ ശരീരം എന്ന് പറയുന്നത്. വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് അടിയിൽ നിന്ന് പൊട്ടിപ്പോകും. അങ്ങനെയുള്ള ക്ഷണികമായ ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ആശ്രയങ്ങളൊന്നും സ്ഥിരമല്ല. ഭഗവാന്റെ പാദകമലങ്ങളിൽ നമ്മൾ നേടുന്ന ആശ്രയമാണ് നമുക്ക് നിത്യമായ ആശ്രയം, നിത്യമായ സുഖം നൽകുന്ന കേന്ദ്രം. അങ്ങനെ ഭഗവാന്റെ പാദകമലങ്ങളിൽ, അഘ്രിമൂലങ്ങളിൽ, അഘ്രി എന്ന് വെച്ചാൽ പാദം, ഭഗവാന്റെ പാദമൂലങ്ങളിൽ അഭയം നേടിക്കഴിഞ്ഞിട്ടുള്ള ആളിന് ക്ലേശമഹാം സംസ്കൃതിം പുനഃ ന പ്രപദ്യത്തെ. സംസ്കൃതി എന്ന് വെച്ചാൽ സമ്യക്കായിട്ട് സരതി, മുന്നോട്ടിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഈ സംസാരം, ഈ പ്രാപഞ്ചിക ജീവിതം, ഈ സംസാരത്തെ എങ്ങനെയുള്ള സംസാരമാണിത്? ക്ലേശവഹാം സംസ്കൃതിം, ക്ലേശത്തെ വഹിക്കുന്നതാണ്. സംസാരത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം തന്നെ ക്ലേശമാണ്. നമുക്ക് അത് ചിന്തിക്കുമ്പോൾ പെട്ടെന്നത് ബോധ്യപ്പെടുകയില്ല. നമുക്ക് തോന്നും ഇതിൽ ക്ലേശം, സുഖവും ഉണ്ടല്ലോ, ഇതിൽ സുഖവും ദുഃഖവും ഇടകലർന്നതാണല്ലോ ഈ പ്രപഞ്ച ജീവിതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് നമ്മൾ മൗലികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ദുഃഖം മാത്രമേ ഉള്ളൂ. കാരണം സുഖത്തിൻ്റെ മുമ്പെന്തായിരുന്നു? സുഖത്തിന് തൊട്ട് മുമ്പെന്തായിരുന്നു? ഈ സുഖം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദുഃഖമായിരുന്നു. സുഖത്തിന് മുമ്പുണ്ടായിരുന്നത്, ഒരു വീട് കെട്ടുന്നതിന് മുമ്പ് എന്തായിരുന്നു ദുഃഖം? നമുക്കറിയാലോ, നല്ലൊരു വീട് കെട്ടാൻ എടുക്കുന്ന ദുഃഖം ഭാഗവതം പറയുന്നുണ്ട്.
ഗൃഹാരംഭോ ഹി ദുഃഖായ. വീട് കെട്ടാൻ തുടങ്ങുമ്പോഴേ നമുക്ക് ദുഃഖം തുടങ്ങും. വീട് കെട്ടിക്കഴിഞ്ഞാലും ദുഃഖമുണ്ട്. എന്താ വെച്ചാൽ വീട് കെട്ടിക്കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് ദുഃഖം തുടങ്ങും. കാരണം ഈ പുതിയ വീട്ടിൽ നമുക്ക് ഈ നടന്ന് ഒരു പരിചയിക്കാണ്ടിരിക്കുന്ന സമയത്ത് പഴയ വീട്ടിൽ ഈ ഗോവണി എത്ര ഉണ്ടായിട്ടുണ്ടാവും? ഒരു 10 പടവേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇവിടെ ഒരു 12 ഉണ്ടാവും. അപ്പോൾ 10 നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഡീം അവിടെ വീഴും. അന്ന് തന്നെ നമ്മുടെ കാലോ കയ്യോ പൊളിഞ്ഞിട്ട് കിടപ്പിലാവുമ്പോഴായിരിക്കും ആളുകൾ വേറെ ആൾ പറയുക ഈ വീട്ടിലെന്തോ കുഴപ്പമുണ്ട്. ഇതാണ് നമ്മൾ പഴയ വീടാണെന്ന് കരുതിയിട്ട് ഉറക്കച്ചടവോടുകൂടി ഇറങ്ങി വന്നതാണ്. അപ്പോൾ 2 സ്റ്റെപ്പ് നമ്മൾ ഓർത്തില്ല, അവിടെ വീണു, കാലൊടിഞ്ഞു, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അപ്പോൾ പറയും വീടിൻ്റെ എന്തോ ഒരു വാസ്തുദോഷമാണെന്ന് പറയും. അന്ന് മുതൽക്ക് നമുക്ക് ദുഃഖം തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ കാണും, ജ്യോത്സ്യരെ കാണാൻ പോകും, പ്രശ്നം വയ്ക്കും, പലതരത്തിൽ പരിഹാരം കാണും, അല്ലെങ്കിൽ അപ്പോൾ പറയും ഇന്ന ഭാഗം പൊളിക്കണം എന്ന് പറയും. അതാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത് ഗൃഹാരംഭോ ഹി ദുഃഖായ. വീട് കെട്ടിയത് മുതൽ കെട്ടാൻ ചിന്തിക്കുന്ന മുതൽക്കേ ദുഃഖം തുടങ്ങി. ലോൺ എടുക്കാൻ തുടങ്ങുമ്പോഴേ ദുഃഖം തുടങ്ങി. പിന്നീട് ചാകുന്നത് വരെയും ചത്ത് കഴിഞ്ഞാലും ലോൺ തീരില്ല, ലോണിൻ്റെ കടവും തീരില്ല. ഇങ്ങനെ ഈ ഒരു ഇഷ്ടവസ്തു നമുക്ക് നേടുന്നതിന് മുമ്പ് ദുഃഖം, നേടിക്കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കുന്നതിൻ്റെ ദുഃഖവും അത് നമുക്കുണ്ടാക്കുന്ന സംസാര ദുഃഖമുണ്ട്. കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളി കമഴ്ത്തും, അല്ലെങ്കിൽ ശയന പ്രദക്ഷിണം ചെയ്യും, വഴിപാടുകൾ ചെയ്യും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വല്ലാ മക്കളിത് ഇല്ലാ മക്കളിത് എല്ലാവർക്കും സമ്മതമല്ലോ, അല്ലേ? കുഞ്ചൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. വല്ലാ മക്കളാണെങ്കിൽ ഇല്ലാ മക്കളാണ് ഭേദം. അവരെ കൊണ്ടുണ്ടാകുന്ന അവരുടെ പലതരത്തിലുള്ള പെരുമാറ്റങ്ങളെ കൊണ്ടും അവർ പഠിക്കുന്നില്ല, ബുദ്ധിയില്ല, അല്ലെങ്കിൽ അംഗവൈകല്യങ്ങൾ വരാം, രോഗങ്ങൾ വരാം, കുസൃതികൾ കാണിക്കും, ഒടുവിൽ പ്രായമാകുമ്പോൾ അച്ഛനമ്മയെ അവർ തള്ളിപ്പറയാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ഗുണ്ടാമണ്ടികളൊക്കെ കാണിച്ചിട്ട് ആ കുട്ടികൾ സന്താനങ്ങൾ നമുക്കുണ്ടാക്കുന്ന ദുഃഖം. എന്നാൽ ഈ ഇഷ്ടവസ്തു നഷ്ടവസ്തുവായി മാറിയാലോ അതോടുകൂടി നമ്മൾ എന്നേക്കുമായിട്ടുള്ള നിത്യദുഃഖത്തിലേക്ക് നമ്മൾ വീഴുകയും ചെയ്യും. അപ്പോൾ ഈ നമുക്ക് സാധിച്ചിട്ടുള്ള, നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഈ സുഖവസ്തുവിൻ്റെ പ്രാരംഭത്തിലും അത് ദുഃഖമാണ്, അതിൻ്റെ നടപ്പ് കാലത്തും അത് ദുഃഖമാണ്, അത് നശിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷവും ദുഃഖം തന്നെയാണ്. അപ്പോൾ 3 കാലത്തിലും ദുഃഖം നൽകുന്ന വസ്തുക്കളെ നമുക്കുള്ളൂ. ഇങ്ങനെ നിരൂപണം ചെയ്തിട്ടാണ് ഈ പ്രാപഞ്ചിക സുഖങ്ങളോട് നമുക്ക് എന്തുണ്ടാകേണ്ടത്? വൈതൃഷ്ണ്യം എന്നാണ്. തൃഷ്ണയില്ലാത്ത അവസ്ഥ, വിഗതമായ തൃഷ്ണയോട് കൂടിയിട്ടുള്ള അവസ്ഥ. ഈ വൈതൃഷ്ണ്യം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ എന്താവും? ജീര്യതോ യാന ജീര്യത്തെ എന്ന് യയാതി പറയുന്നു. 9-ാം സ്കന്ധത്തിൽ യയാതി പറയുന്നുണ്ട്, നമ്മുടെ ഈ സ്ഥൂല ശരീരം ജീർണിച്ചു പോകും. സ്ഥൂല ശരീരം മരിക്കുന്നതോടുകൂടി ജീർണിച്ചു പോകും. പക്ഷെ ജീർണിച്ചു പോകാത്ത ഒന്നാണ് നമ്മുടെ ഉള്ളിൽ തൃഷ്ണാം ക്ലേശനിവഹാം. തൃഷ്ണ എന്ന് പറയുന്ന ഒരു വസ്തുവും അത് പുതിയ ശരീരങ്ങൾ എടുക്കുന്തോറും ഇതിന് ബലം കൂടി വരികയാണ് ചെയ്യുക. അടുത്ത ജന്മം, ഇനി ഈ ശരീരം വിട്ടിട്ട് നമ്മൾ പുതിയൊരു ജന്മം എടുത്തു കഴിഞ്ഞാൽ ഈ ജന്മത്തിലുള്ള തൃഷ്ണ കൂടി അതിൻ്റെ കൂടെ ചേരും. കാരണം ഈ ഇവിടുത്തെ തൃഷ്ണ നമുക്ക് സാധിച്ചിട്ടില്ലല്ലോ. ഈ ആഗ്രഹം സാധിക്കാതെയാണ് ശരീരം വെടിഞ്ഞത്. ഈ ശരീരവും ആ ശരീരത്തിലുള്ള ആഗ്രഹങ്ങളും ചേർന്നിട്ട് ഒരു ക്യുമുലേറ്റീവ് തൃഷ്ണ അവിടെ ഉണ്ടാവും. ഇതിങ്ങനെ ഈ കൂട്ടുപലിശ, ഇങ്ങനെ ബാങ്കിൽ കടം വർദ്ധിക്കുന്നത് പോലെ പലിശയും കൂട്ടുപലിശയും ഒക്കെ ആയിട്ട് അത് വർദ്ധിച്ച് വരുന്നല്ലാതെ അതിന് ക്ഷീണം ഉണ്ടാകുന്നില്ല. സ്ഥൂല ശരീരങ്ങൾ ജീർണിച്ചുകൊണ്ടേയിരിക്കുകയും ക്ലേശനിവഹയായ തൃഷ്ണ ഈ ജീർണിക്കുന്ന ശരീരം ജീർണിക്കുന്നതോറും അത് കട്ടി കൂടി അതിന് ശക്തി കൂടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ തൃഷ്ണയെ ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഉപേക്ഷിക്കണം. ഇവിടെ വെച്ച് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് മെല്ലെ നിയന്ത്രിക്കാമെന്ന് കരുതിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങുന്തോറും അത് കൂടുതൽ പ്രബലമായിട്ട് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. അങ്ങനെ അതുകൊണ്ട് ഒറ്റയടിക്ക് അതിനെ വിട്ടുകളയാൻ സാധിക്കണമെന്നാണ്. ഈ ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളുമാണ്. പക്ഷെ ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളും അല്ല തടസ്സമുണ്ടാക്കുന്നത്, അവരിലൂടെ ദേവന്മാരാണ് തടസ്സമുണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ദേവന്മാർ അവർ പ്രേരണയുണ്ടാക്കും. അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ പ്രേരണ ഉണ്ടാക്കുന്നത് ദേവന്മാരാണെന്ന്. കാരണം ദേവന്മാർ വിചാരിക്കുന്നത് ഇയാൾ സന്യസിച്ചു കഴിഞ്ഞാൽ ഇയാൾ മോക്ഷത്തിലേക്കാണ് പോവുക. സ്വർഗത്തിൽ പിന്നെ അവിടെ വേക്കൻസി അവിടെ ഉണ്ടാകും, അവിടെ ആൾ വരില്ല. കാരണം മോക്ഷസുഖം അനുഭവിച്ച ആൾ, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുമുക്ഷുത്വം വന്ന ഒരാളിന് സ്വർഗം എന്ന് പറയുന്ന ഒരു ഇടത്താവളത്തെ അവർ ആഗ്രഹിക്കില്ല. സ്വർഗം എന്ന് പറയുന്ന ഒരു ഇടത്താവളം മാത്രമാണ്, താൽക്കാലികമാണ്, ക്ഷണികമാണ്. അതുകൊണ്ട് ഇങ്ങനെ നമ്മളെ പിന്തിരിപ്പിക്കുന്ന നിരവധി
ആഗ്രഹങ്ങളുടെ തടവറയിൽ നമ്മൾ കഴിയുന്ന കാലത്തോളം നമുക്ക് ഈ ക്ലേശവാഹയായ ക്ലേശഭൂയിഷ്ഠമായ ഈ സംസാരത്തെ, പ്രപഞ്ചത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. പക്ഷേ ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾ ആശ്രയം നേടുകയാണെങ്കിൽ, ഭഗവത് ഭജനം വർദ്ധിച്ച് വർദ്ധിച്ച് വന്നിട്ട് അതിലൂടെ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളെയും കഴുകിക്കളഞ്ഞിരിക്കുന്ന, അതിലൂടെ നിസ്സംഗത്വത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വീര്യം നേടിക്കഴിഞ്ഞിട്ടുള്ള ആ പരമഭക്തനായിട്ടുള്ള ആള് പുനഃ ആ ക്ലേശവഹാം സംസൃതിം ന പ്രബുദ്ധ്യത, വീണ്ടും ഈ സംസാരത്തെ അവർ പ്രാപിക്കുന്നില്ല, തിരിച്ചു വരവില്ല. ന പുനരാവർത്തതേ ന പുനരാവർത്തതേ. ഉപനിഷത്തിൽ 2 തവണ ഈ മന്ത്രത്തിൽ ഈ പദം ആവർത്തിച്ചിട്ടുണ്ട് ചില മന്ത്രങ്ങളിലൊക്കെ തന്നെ. എന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയെ പ്രാപിച്ച ആളിന്, പ്രാപഞ്ചിക സുഖങ്ങളുടെ മേലെ ഒരു ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുള്ള ആള് തിരിച്ചു വരുന്നില്ല, വീണ്ടും ഈ ശരീരമെടുത്തുകൊണ്ട് ശരീരബന്ധനം ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ഉപനിഷത്തിലൂടെ ആ മന്ത്രദ്രഷ്ടാവായ ഋഷി അത് അറിയാതെ ആവേശം കൊണ്ട് ആവർത്തിച്ച് പറയുകയാണ്, എന്നാ പുനരാവർത്തതേ എന്നാ പുനരാവർത്തതേ. അപ്പോൾ പുനരാവൃത്തി ഉണ്ടാകുന്നില്ല, വീണ്ടും ഈ പ്രാപഞ്ചിക ഈ ശരീരബന്ധനം നമുക്ക് ഉണ്ടാകുന്നില്ല. അതാണ് ഈ പരമമായ അധ്യാത്മജ്ഞാനത്തിൻ്റെ മഹത്വം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നേടിയെടുത്ത ആളുകളാണ് ശുകനും, ശ്രീശുകനും നാരദ മഹർഷിയൊക്കെ തന്നെ ജന്മസിദ്ധമായ മുക്തി കൈവരിച്ച ആളുകളാണ്. അവർക്ക് സ്വതസിദ്ധമായിട്ട് മുക്തി ജനിക്കുമ്പോഴേ ഉണ്ട് എന്നാണ് പറയുന്നത്.